ശബരിയോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്കൂ, ചിത്രകൂടത്തുനിന്ന് ഈ വഴി വരും, ഭഗവാൻ വരും. ആ സമയത്ത് ആ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് നീ ദേഹത്യാഗം ചെയ്യുമ്പോൾ ആ ഭഗവത് പാദത്തിൽ നീ എത്തും. ഞങ്ങളതിനെ ശുശ്രൂഷിച്ച് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്കുള്ള ഒരു ഭാഗ്യം അതാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ശബരി അവരെ താമസിച്ചു. എന്നാ ഭഗവാൻ കാണുക, എന്നാ ഭഗവാൻ വരിക, ദിവസേന ആ ചിന്ത മാത്രമേ ഉള്ളൂ. ഭഗവാൻ എപ്പോൾ വരും എന്നുള്ളത് ആലോചിച്ച് ഓരോ ദിവസവും നമ്മൾ ഇത് പറയുന്നുണ്ട്, ഫലങ്ങൾ കൊണ്ടുവന്നേക്കുമെന്ന്. എന്നാ വരിക എന്നറിയില്ലല്ലോ. അപ്പോൾ നല്ല നല്ല ഫലങ്ങൾ ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കടിച്ചു വയ്ക്കും. അത്രേ നല്ല മധുരമുള്ളത് വേണ്ടേ കൊടുക്കാൻ, ഭഗവാന് കൊടുക്കാൻ. അതല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നല്ലല്ലോ. അപ്പോൾ നമുക്ക് രുചിച്ച് നോക്കാണ്ട് എങ്ങനെയാണ് അറിയുക? അത് കടിച്ചിട്ട് അവിടെ വെക്കുന്നു. പക്ഷേ കടിച്ചു വെച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഇച്ചിരി ആവുന്നില്ല എന്നാണ്. കാരണം അത് ആ ഭക്തിയോട് കൂടിയിട്ടാണ്, നല്ല സാധനം ഭഗവാന് കൊടുക്കണം എന്നുള്ള ഇച്ഛയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനെ സ്വീകരിച്ച് ഭഗവാന്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ ശ്രീരാമദേവനെ ഇവിടെ പറയുകയാണ്, എനിക്ക് അങ്ങേ സ്തുതിക്കാനൊന്നും അറിയില്ല, ഞാനൊരു അബലയാണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് യാതൊന്നും അറിയില്ല എന്ന് പറയുക. അപ്പോൾ ശ്രീരാമദേവൻ പറയണം, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാന് ലഭിക്കൂ. യാഗകർമ്മങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് യാഗങ്ങൾ ചെയ്തിട്ടൊന്നും നമ്മളതിന് ഇതിൽ പറയുന്നുണ്ട്. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമദാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യായനം ക്ഷേത്രോപവാസം യാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി ഇല്ലാണ്ട് യാഗം ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ കുറേ വഴിപാടുകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ തൻ്റെ സാമ്പത്തികം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും ഭഗവത് പ്രസാദം ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് ചെയ്യുന്ന കാര്യം വളരെ ഭക്തിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. എന്നിട്ട് നമ്മളും അതുതന്നെയാണ് പറയണത്. ഇവിടെ ഭഗവാൻ ഇങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് ഇനി എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഭഗവാനെ തൊഴുതും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സത്സംഗം കിട്ടിയ കഥ നമ്മൾ ധ്രുവൻ്റെ ചരിതത്തിൽ നമ്മൾ കേട്ടതാണ്. എന്താണ് ഉണ്ടായത്? ധ്രുവന് 5 വയസ്സായ ആ ബാലന് ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തപസ് ചെയ്തിട്ട് ഭഗവാൻ വന്നു. പക്ഷേ ഭഗവാനെ മുന്നിലങ്ങോട്ട് കണ്ട് അതേവരെ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭഗവാനെ പുറത്തങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട്, ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ഭഗവാനെ നോക്കി നിൽക്കുക ചെയ്യുന്നത്. ആ ഭഗവാൻ അപ്പോൾ ആ ഭഗവാന്റെ കയ്യിലുള്ള തൃക്കൈയിലെ ശംഖ് ഒന്ന് കവിളിൽ തൊട്ടേ ഉള്ളൂ. ആ മാത്രയിലെ ആ അത്രയും ഒരു ചെറിയ നിമിഷ സത്സംഗം കൊണ്ട് ദേവരെ ഉള്ളിലുണ്ടായിരുന്ന ഭഗവാൻ പുറത്ത് വന്നിട്ട് ആ ഭഗവാന്റെ ആ ഒരു ശംഖിൻ്റെ സത്സംഗം ഉണ്ടായതോട് കൂടിയിട്ട് ഏറ്റവും നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആദ്യം തന്നെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. 5 വയസ്സായ ധ്രുവൻ എങ്ങനെയാ സ്തുതിക്കണതെന്നൊന്ന് നമ്മൾ കേട്ടതാണ്. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സംജീവയത്യഖില ശക്തിധരസ്തുതം അജ്ഞാം സഹസ്തചരണശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സകല ശക്തിയെയും ധരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ആ ഉള്ളിൽ പ്രവേശിച്ച് തൻ്റെ ശക്തിയാൽ എന്നിൽ ഉറങ്ങി ലയിച്ചു കിടക്കുന്ന വാക്ക്, മറ്റുള്ള ഹസ്തചരണങ്ങൾ, അതിനൊക്കെ ശക്തി കൊടുക്കുന്നത് ആരാണ്? ആ ഭഗവാനാണ്. ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ, ആ ഭഗവാന്റെ ശക്തി നമ്മളിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാതൊന്നിനും ചെയ്യാൻ പറ്റില്ല. കൈയനക്കാൻ പറ്റില്ല, കാലനക്കാൻ പറ്റില്ല, എന്തിന് കണ്ണ് മിഴിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ എൻ്റെ ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും എല്ലാതും പ്രവർത്തിക്കുന്നത് ആ ഭഗവാൻ ഉണ്ടാവുകൊണ്ടാണ്. ആ പരപുരുഷനായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ധ്രുവൻ്റെ സ്തുതി തുടങ്ങുന്നത്. അതേമാതിരിയാണ് ഇവിടെ ഭഗവാനെ ഒരു നിമിഷം
ഭഗവാന് ആ പഴങ്ങളൊക്കെ കൊടുത്തു. ആ പഴങ്ങൾ താൻ ഇച്ഛിച്ച അല്ലെങ്കിൽ താൻ ഭുജിച്ചിട്ടുള്ള ആ പഴം കഴിച്ചോട് കൂടിയിട്ട് അത്രയും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാതുള്ള ആ ഭഗവത് ഒരു അനുഗ്രഹം കിട്ടിയോട് കൂടിയിട്ട് പിന്നെ എല്ലാ ഉപദേശങ്ങളും കൊടുക്കുകയാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നവവിധ ഭക്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രഹ്ലാദനും പറയുന്നത് അല്ല, നവശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം സഖ്യം ദാസ്യം ആത്മനിവേദനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരിയുള്ള നവവിധ ഭക്തി തന്നെയാണ് ഭക്തിക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. അതിനെ പറ്റിയിട്ട് അങ്ങോട്ട് മുഴുവനും അങ്ങോട്ട് വിവരിച്ചു കൊടുക്കുകയാണ്. ആദ്യം എന്താ വേണ്ടത് പറയണം. ഞാനിപ്പോൾ യാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഖില കർമ്മങ്ങൾ ഒന്നിനും കിട്ടില്ല എന്ന് പറയണ്ടേ. അതിന് ഉദാഹരണം കൊണ്ട് നമുക്ക് പറയാൻ ഭാഗവതത്തിൽ തന്നെ പ്രജേതസ്സുകൾ യാഗം ചെയ്ത് എത്രയാ യാഗം ചെയ്തതെന്ന് അറിയില്ല. അത്രയും യാഗം ചെയ്ത് അവസാനം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം നാരദൻ ചോദിച്ചു, ഈ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തുകയാണോ എന്ന് ചോദിച്ചു. ആ, സ്വർഗത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ എന്നെ ഒന്ന് തൊട്ട് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പം നാരദനെ തൊട്ട് നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്നുണ്ടെങ്കിൽ സ്വർഗലോകത്തേക്ക് പോകുന്ന വഴി മുഴുവനും മൃഗങ്ങൾ കൊമ്പുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ, ആ മൃഗങ്ങളെ നിരപദ്രവകാരികളായ മൃഗങ്ങളെ കൊന്നിട്ടാണ് യാഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള യാഗം കൊണ്ട് എന്താ കിട്ടുക? യാതൊരു ഫലവും കിട്ടില്ല. അതേസമയം എത്ര യാഗം ചെയ്തു അല്ലെങ്കിൽ ഇത്ര യാഗം ചെയ്തു എന്നുള്ളതിന് ചെയ്തു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ആ മൃഗങ്ങൾ എന്താ ചെയ്യുന്നത്? മൃഗങ്ങൾ തന്നെ വധിച്ചില്ലേ എന്നുള്ള അതിൽ സ്വർഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കണത് കണ്ടതോടുകൂടി പറയുകയാണ്, എനിക്ക് സ്വർഗത്തിലേക്കും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇനി യാഗം ചെയ്യുന്നില്ല, ഭഗവാനെ എന്താ ചെയ്യേണ്ടതെന്ന് നാരദരോട് ചോദിച്ചിട്ട് നാരദർ ഉപദേശം കൊടുത്ത് ആ വിഷ്ണു ഭഗവാനെ സ്തുതിച്ച് തപസ് ചെയ്യുന്നത് പ്രജേതസ്സുകളെ. അതേമാതിരി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇവരോട് പറയുന്നത് എന്താ? ഈ മൽക്കഥാശ്രവണം കേൾക്കുക. അതേമാതിരി നവവിധ ഭക്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, യാഗം ചെയ്തതുകൊണ്ടോ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഒന്നും ഭഗവത് പാദത്തിലെത്താൻ പറ്റില്ല. എന്നെ സ്മരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ എന്നെ മനസ്സിൽ ഉറപ്പിച്ച് നാമങ്ങൾ ചൊല്ലിയാൽ മാത്രമേ എനിക്ക് എല്ലാ ഈ നവവിധത്തിലുള്ള ഭക്തി കൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ അതിൽ പറയുന്നത്, ഇവിടെ രാമായണത്തിൽ നമുക്ക് കാണുന്നുണ്ട്. എന്താ നവവിധ ഭക്തിയെ പറ്റിയിട്ട് നമ്മൾ പറയും. എങ്ങനെ? ശ്രവണത്തിന് ഉദാഹരണം പറയുക ആരെയാണ്? ശ്രീപാർവതീനെ ഉദാഹരണം പറയുക. കാരണം ആ ശ്രീരാമ കാശി വിശ്വനാഥ സ്വാമി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പരമേശ്വരൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് പാർവതി ഇരിക്കുന്നത്. ആ പാർവതി ഇരിക്കുന്നതോട് കൂടിയിട്ട് എന്തായി? അത് ശ്രവണത്തിനുള്ള പ്രാധാന്യം കൂടുതലായി. മാതിരി കീർത്തനത്തിന് പ്രാധാന്യം രാമായണത്തിലുണ്ട്. ആരാ? വാൽമീകി രാമാന്ന് ശരിക്കും ഉച്ചരിക്കാൻ പറ്റാത്ത രത്നാകരനായ വാൽമീകിയായിട്ട് മാറിയതെങ്ങനെയാണ്? മരാമരാമര എന്ന് പറഞ്ഞ് വിപരീതാർത്ഥത്തിൽ പറഞ്ഞിട്ട് രാമ എന്ന് പറഞ്ഞ് വാൽമീകിയായിട്ട് മാറി കീർത്തനം കൊണ്ട്. പിന്നെയോ സ്മരണത്തിന് ഉദാഹരണം പറയല് നമ്മൾ ദശരഥൻ എങ്ങനെയാണ്? ദശരഥൻ പുത്രന്മാരുണ്ടായാലും അവരേനെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള യോഗമില്ല. അതുകൊണ്ട് രാമ ഏറ്റവും ഇഷ്ടം രാമനെയാണ്. അപ്പോൾ ഏത് സമയത്തും ശ്രീരാമ രാമ ചൊല്ലിയിട്ട് ആ സ്മരണ കൊണ്ടാണ് മരിച്ചത്. അപ്പോൾ സ്മരണത്തിന് ഉദാഹരണം നമ്മൾ പറയും, ദശരഥനെ പറയും. അതേമാതിരി പാദസേവനം അടുത്തത് പറയുന്നത് ആരാ? ലക്ഷ്മണനാണ് പാദസേവനത്തിന് ഉദാഹരണം പറയാം. ലക്ഷ്മണൻ എപ്പോഴും ആ പാദങ്ങൾ
ആശ്രയിച്ചും കൊണ്ട് അല്ലെങ്കിൽ ആ പാദം സ്മരിച്ചും കൊണ്ട് അതിലപ്പുറത്തേക്ക് വേറെ യാതൊന്നുമില്ല. ഇപ്പോൾ സീതാദേവിയുടെ ആയാലും അതെ അമ്മയുടെ പാദങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അമ്മേനെ സ്മരിച്ചും കൊണ്ടേ ഉള്ളൂ. ലക്ഷ്മണനും ആണ് ആ പാദസേവനത്തിന് പറയുക. അർച്ചനത്തിന് പറയുന്നത് ശബരീനെയാണ് പറയുന്നത്. അർച്ചനം എന്തുകൊണ്ട്? ഫലമായിട്ട് ഫലം, പൂവ്, തോയം എന്ത് വേണമെന്നെങ്കിലും അർച്ചനം ചെയ്യാം. ആ അർച്ചനം ചെയ്യുന്നത് എന്നെ ഉദ്ദേശിച്ചും കൊണ്ടും എനിക്ക് വേണ്ടിയിട്ടും വേണ്ടി ചെയ്യുമ്പോൾ അത് അർച്ചനയായിട്ട് മാറും. വേറൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന് ഫലം ഉണ്ടാവില്ല. അത് മാനസികമായുള്ള ആ ഉണർവോട് കൂടിയിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ വിചാരിച്ച് ചെയ്യുമ്പോൾ അത് അർച്ചനയായി. അതിന് ഉദാഹരണമാണ് ഇവിടെ ശബരീനെ പറയുന്നത്. ഗജേന്ദ്രനും അങ്ങനെ തന്നെയാണ്. ഗജേന്ദ്രൻ എങ്ങനെയാണ്? തനിക്ക് യാതൊരാളും ഇനി രക്ഷിക്കാനില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആണ് ആ താമരപ്പൂവ് എടുത്തിട്ട് അർച്ചനം ചെയ്യുന്നത്. അങ്ങനെ ആരാണോ അർച്ചനം ചെയ്യുന്നത് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് അവർക്ക് ആ പാദത്തിലെത്താൻ സാധിക്കും. എന്തൊന്ന് ചെയ്യാലും അത് ഭഗവത് അർച്ചനയോട് കൂടിയിട്ട് ഭഗവത് പ്രാധാന്യത്തോട് കൂടിയിട്ട് ചെയ്യണമെന്ന്. ഇവിടെ പിന്നെ വേറെ പറയുന്നത് വന്ദനമാണ് പറയുന്നത്. വന്ദനം സുഗ്രീവനാണ് ഏറ്റവും കൂടുതൽ ശ്രീരാമദേവനെ വന്ദിച്ച് ശ്രീരാമദേവനെ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ വായിച്ച് വെച്ചേ ഉള്ളൂ. ശ്രീരാമന് എനിക്കിനി യാതൊന്നും വേണ്ട, യാജ്യവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ വന്ദിക്കുന്ന സുഗ്രീവനെ. ദാസ്യത്തിന് പിന്നെ ഹനുമാൻ, അതിനൊരു പ്രശ്നമില്ല. കാരണം അതിൽ രാമായണത്തിൽ നമ്മൾ വേറെ ആരെയും ദാസ്യത്തിൽ പറയാനില്ല. ശ്രീരാമൻ്റെ ദാസ് എന്ന് പറഞ്ഞാൽ അത് ഹനുമാൻ തന്നെയാണ്. രാമായണം എവിടെ ഉണ്ടോ അനുഗ്രഹം കൂടി വരം ചോദിച്ചത് എന്താ? അവസാനം ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് എല്ലാവരും അതാത് രാജ്യങ്ങളിലേക്ക് പോയി തന്നെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ തന്നെ സഹായിച്ചുള്ള എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ ഹനുമാൻ എന്താ പ്രാർത്ഥിച്ചത്? ഹനുമാന് എന്താ വേണ്ടിച്ച തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മാല കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത്രയും വില പിടിച്ച അല്ലെങ്കിൽ അത്രയുമുള്ള ഒരു മാല ഭഗവാൻ സീതാദേവി ഹനുമാന് കൊടുത്തു. അപ്പോൾ ആ ഹനുമാൻ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ ആ മുത്തുകൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ രാമനും ഇല്ല, സീതയില്ല. പിന്നെ അതെനിക്ക് എന്തിനാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞ് ഒരു കഥ പറയാറുണ്ട്. അതേമാതിരി ഹനുമാന് രാമായണ കഥ ഉള്ള കാലത്തോളം രാമായണം എവിടെ വായിക്കുന്നുണ്ടോ, എവിടെ ഉച്ചരിക്കുന്നുണ്ടോ, രാമനാമം എവിടെ പറയുന്നുണ്ടോ അവിടെ ഒക്കെ അദൃശ്യ സാന്നിധ്യമായിട്ട് ഉണ്ടാവും എന്നാണ്. അത്രയും പ്രാധാന്യമാണ് അത്. ചില സമയത്ത് ചിലവർ പറയാറുണ്ട് വൈകുന്നേരം സന്ധ്യാവന്ദനത്തിന് പോവും, അതുകൊണ്ട് സന്ധ്യ നേരത്ത് മാത്രം രാമായണം വായിക്കരുതെന്ന് പറയാം. അത് അദ്ദേഹത്തിന് സന്ധ്യാവന്ദനത്തിന് പോകേണ്ട സമയമല്ലേ, എല്ലാവർക്കും ഉള്ളതാണല്ലോ. പ്രഭാതത്തിലും അങ്ങനെ തന്നെയാണ്. പ്രഭാത സന്ധ്യയ്ക്കും രാമായണം പൊതുവെ വായിക്കാറില്ല. കാരണം എന്താ? അത് ഇങ്ങനെ 4 സമുദ്രങ്ങളിലൊക്കെ പോയി സന്ധ്യാവന്ദനം ചെയ്യുന്ന സ്ഥാനത്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പക്ഷേ രാമായണം വായിച്ചില്ലെങ്കിലും രാമനാമം നമ്മളെ നാവുമ്പിൽ എപ്പോഴും ഉണ്ടായാൽ ഏത് സമയത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. അതേമാതിരി സഖ്യം ഗുഹനായിട്ടാണ് പറയുന്നത്. ഒരു വനരാജാവാണ് ഗുഹനായിട്ട് പറയുന്നത്. ആ ഗുഹനാണ് ഇവിടെ സഖ്യത്തിന് പറയുന്നത്. ആത്മനിവേദനത്തിന് വിഭീഷണൻ തൻ്റെ രാജ്യവും തനിക്ക് യാതൊന്നും വേണ്ട, എനിക്ക് ഭഗവത് ഭക്തി മാത്രം മതി, തനിക്കൊരു രാജ്യം ഉണ്ടായിരുന്നു തൻ്റെ ഏട്ടനെ സഹായിക്കാനും കൂടി നിൽക്കാതെ ഭഗവത് പാദത്തിലെത്തി എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ ആത്മാവിനെ ഭഗവത് പാദത്തിലെത്തിച്ച വിഭീഷണനെയാണ് ആത്മനിവേദനത്തിനിവിടെ നമ്മൾ ഉദാഹരണം പറയാറുള്ളത്. അതേമാതിരി ഇവിടെ ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഭക്തി ഉണ്ടാവാനാണ് വേണ്ടത്. ഭക്തി ഇല്ലാതെ യാതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ ഭക്തിക്ക് വേണ്ടത് ആദ്യം പറയുകയാണ് സജ്ജന സംഗമം, സത്സംഗമാണ് ആദ്യം വേണ്ടത്. പിന്നെ എൻ്റെ കഥ ശ്രവണത്തിനാണ് പിന്നെ പ്രാധാന്യം. പിന്നെ കണ്ണുകൾക്ക് കാണുന്നത് മുഴുവനും ഭഗവത് രൂപാവും അത് അങ്ങനെ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ നമ്മൾ ആചാര്യന്മാരെ, അതായത് രാമായണം എന്നുള്ള ഇതില്ല, ഭാഗവതമായാലും എന്തായാലും നമ്മൾക്ക് ഉപദേശം തരുന്ന അല്ലെങ്കിൽ നമ്മളതിനെ നേർവഴിക്ക് നയിക്കുന്ന ആചാര്യന്മാരെ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന് പറയുന്നുണ്ട്. അതേമാതിരി അത് ശരിക്കും പച്ച മലയാളത്തിൽ നമ്മൾ
ആത്മാർത്ഥമായിട്ടാണ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ യാതൊരു ഇതിലും നമ്മൾ അതിൽ പോവില്ല. അതേമാതിരി നമുക്ക് ജ്ഞാനപ്പാനം അതുണ്ട്. അതേമാതിരിയാണ് ഇവിടെ. പിന്നെയോ ഇവിടെ പറയുകയാണ് യമനിയമാദികളോടുകൂടി പൂജിക്കാം. യമനിയമങ്ങൾ നമുക്ക് നിശ്ചയുണ്ടെങ്കിൽ പൂജ ചെയ്യാം. അല്ലെങ്കിലോ വെറുതെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ശ്രീരാമ രാമ 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 ചൊല്ലിയിട്ട് നമസ്കരിച്ചാലും ഭഗവാൻ സ്വീകരിക്കും. അത് അതൊക്കെ അത്ര മതി എന്നുള്ളതിൽ ചെയ്യരുത് എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞല്ലോ. അരി വിളക്ക് വെച്ചേക്കാം, അങ്ങനെ ചെയ്യാൻ പോരാ. ഭക്തിയോട് കൂടിയിട്ട് അത് ആത്മനിവേദനത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു അതാണ് അത് ഭക്തിയായിട്ട് മാറുക. പിന്നെ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കും ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ മന്മന്ത്രോപാസകം 7-മതും 8-മതും മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നാമജപങ്ങൾ. ഏത് മന്ത്രമായാലും അത് ഇന്ന സമയത്ത് എന്നുള്ളതില്ല. അതേമാതിരി വേറൊരു നമ്മൾ ചിദാനന്ദപുരി ഒരു ഇത് പറയാറുണ്ട്, എന്തിനും ഒരു നിയമം വെക്കണമെന്ന്. അതിൻ്റെ ഫലം കുറച്ച് കൂടുതലാണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഞാൻ നാമം ചൊല്ലും എന്നൊരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ യാതൊന്നിനും പറ്റില്ല, രാമൻ ചൊല്ലായിരിക്കും. അങ്ങനെ ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഉത്തേജിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ആ സമയം നമ്മൾ ഇപ്പോൾ എവിടെയിരുന്നാലും നമുക്ക് നാമം ചൊല്ലാൻ തോന്നും. അങ്ങനെയുള്ളൊരവസ്ഥ നമ്മൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം? ഇത് ശീലിക്കണം. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഇനി മുതൽ ഇപ്പോൾ ദേ വരെ ഉണ്ടായില്ല എന്ന് നമ്മൾ പറയും. ഇനി പറ്റുമോ എന്ന് ചോദിക്കും. എപ്പോൾ വേണമെങ്കിലും ആവാം. ഈ നിമിഷം മുതൽ നമ്മൾക്ക് ആ നാമജപം തുടങ്ങാം എന്ന് പറയണം. അങ്ങനെയുള്ള ആ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ സേവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭഗവത് ചിന്തയോട് കൂടിയിട്ട് എന്നെ ആര് സേവിക്കണോ അവർക്ക് ഈ ഭഗവാനെ കിട്ടാതിരിക്കില്ല, എന്നെ കിട്ടും എന്ന് പറയണം. അത് ഇന്ന ആൾക്കെന്നൊന്നും പറയാൻ പറ്റില്ല. തിര്യജ്യോനിക്കെന്നാകിലും മൂഢന്മാരാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമാതത്വാനുഭൂതിയുണ്ടാം. അങ്ങനെയുള്ള ആ തത്വം നമുക്ക് പ്രേമലക്ഷണയെ ഭക്തി സംഭവിക്കണം, ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഇന്ന ജാതികൾക്ക് വേണം, അല്ലെങ്കിൽ നാരികൾക്ക്, പിന്നെ സ്ത്രീകൾക്ക് പറ്റില്ല, വേറൊരാൾക്ക് പറ്റില്ല, ഒന്നുമില്ല. എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും നാമജപം കൊണ്ട് ആ ഭഗവത് പാദത്തിൽ എത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഗോപികമാരുടെ ഭക്തി പറയുന്നുണ്ട്. അവർക്ക് എല്ലാതും കൃഷ്ണനേ ഉള്ളൂ. കൃഷ്ണനല്ലാണ്ട് യാതൊന്നും അവർക്കില്ല, അവരുടെ മനസ്സിലില്ല. അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ തലയിൽ പിന്നെ തൈര് കുടമൊക്കെ വെച്ചിട്ട് പോണ സമയത്ത് അവർ ചോദിക്കും ഇത്രേ, തൈര് വേണോ പാല് വേണോ എന്നൊക്കെ ചോദിക്കും. അതാത്ര കൃഷ്ണനെ വേണോ എന്ന് ചോദിക്കണ അതേമാതിരിയുള്ള അവസ്ഥയിലെത്തിയായിരുന്നു അവരെന്ന്. തൈരോ വേണോ പാല് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ രാമനെ വേണോ കൃഷ്ണനെ വേണോ മാധവനെ വേണോ എന്നത്ര അടക്കം അവർ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആചാര്യന്മാർ പറയാറുണ്ട്. ആ അവസ്ഥയിലേക്ക്, ആ ഭക്തിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ഏതൊരു ഭക്തിയാണോ നമുക്ക് പറ്റുന്നത് അത് ചെയ്യണം. ഈ നവവിധ ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ 9 തരത്തിലുള്ളതും എന്നെ കൊണ്ട് പറ്റുമോ? അതൊക്കെ മുഴുവൻ ചെയ്താലേ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതായാലും ഏത് തരത്തിലുള്ള ഭക്തിയായാലും അത് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് മാറും, അതിന് സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന് പറയുകയാണ്. ഇനി അതുകൊണ്ട് എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ നിൻ്റെ ശരീരം വെടിഞ്ഞ് എൻ്റെ പാദത്തിൽ ചേർന്നോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പറയണം, ഇനി ഈ ഉപദേശിക്കലൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി എൻ്റെ മുഖത്തും തന്നെ അല്ലെങ്കിൽ എന്നെ കണ്ടും കൊണ്ട് തന്നെ ശബരിക്ക് മോക്ഷം കിട്ടുകയാണ്. അതുകൊണ്ട് എവിടെയാണ് സീതാദേവി എന്നുള്ള വിവരം പറയൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ പറയാണ്, അങ്ങ് സർവജ്ഞനാണ്, എല്ലാതും അറിയുന്ന ആളാണ്, പക്ഷേ മനുഷ്യനായിട്ട് വന്ന് അവതരിച്ചതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ലങ്കാപുരിയിലുണ്ട്, രാവണനാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് പിന്നെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പാ നദി കാണും. ആ പമ്പാ നദിയുടെ തീരത്ത്
കിഷ്കിന്ധ നഗരമാണ്. ആ നഗരത്തിൻ്റെ സുഗ്രീവനായിട്ട് കണ്ട് ഹനുമൽ സുഗ്രീവനായിട്ട് കണ്ടിട്ട് സഖ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഗുണമുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്വയം ഭഗവത് പാദത്തിലേക്കാണ്ട് ലയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ പാദത്തിൽ ലയിച്ചതോട് കൂടിയിട്ട് അവർ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ മുക്തി സിദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ശബരിക്ക് മുക്തി സിദ്ധിച്ചു എന്ന് പറയണ. എന്നിട്ട് ഭഗവാൻ പറയണ പരമേശ്വരൻ പറയുന്നത് എന്താണ്? ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. ഒരു ഭഗവാൻ അങ്ങോട്ട് പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആൾക്ക് എന്നുള്ളതിന് ഒരു വരിയോ വഴയോ ഒന്നുമില്ല. ആരാണോ ഭഗവാന് നല്ല ഭക്തിയോട് കൂടിയിട്ട് പ്രാപിക്കുന്നത്, ആ പദത്തെ സ്വീകരിക്കുന്നത്, അവർക്ക് മുക്തി കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല എന്നങ്ങോട്ട് പറഞ്ഞിട്ടാണ് ആ ആരണ്യകാന്ഡം അവിടെ സമർപ്പിക്കുന്നത്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ഇനി കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പോവുകയാണ്. കിഷ്കിന്ധാകാന്ഡം എങ്ങനെയാണ്? നമ്മളുടെ ഓരോ കാണ്ഡത്തിലും നമ്മൾ പറയാറുണ്ട്. രാമായണത്തിൽ എങ്ങനെയാണ് പറയാം? നരത്വത്തിൽ നിന്ന് ദേവത്വത്തിലേക്കുള്ള അയനമാണ്, വഴിയാണ് രാമായണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാം നമുക്ക്. നമ്മളുടെ മനുഷ്യനായിട്ടുള്ളതെന്ന് നമുക്ക് ദേവത്വത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മുക്തി കിട്ടുക. ആ മുക്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഭഗവാൻ സന്നിധിയിൽ അല്ലെങ്കിൽ ഭഗവത് പാദത്തിലെത്തണം. അതിന് എന്താ വേണ്ടത്? നാമജപത്തിൽ കൂടെ ആ വഴി കൂടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവത്വത്തിലേക്ക് എത്തും എന്നുള്ള യാതൊരു സംശയമില്ല എന്ന് പറയണം. എന്നിട്ട് ഇവിടെ എങ്ങനെയാണ്? കിഷ്കിന്ധയിൽ എങ്ങനെയാണ്? രണ്ട് സഹോദരന്മാർ. രാമായണം നമ്മളെ പഠിപ്പിക്കുക സഹോദര സ്നേഹം എങ്ങനെ വേണം, അതിഥി മര്യാദ എങ്ങനെ വേണം, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇവിടെ സഹോദരന്മാരെങ്ങനെയാണെന്നുള്ളത് പഠിക്കുകയാണ്. അയോധ്യയിൽ 4 സഹോദരന്മാരുണ്ട്. അവർക്കെങ്ങനെയാണ്? ഒരേ മനസ്ഥിതിയാണ്. അതേസമയം കിഷ്കിന്ധയിൽ 2 പേരേ ഉള്ളൂ. 2 പേരും വിപരീത മനസ്ഥിതിക്കാരാണ്. ഒരാൾ വേറൊന്ന്, ഒരാൾ വേറൊന്ന്, രണ്ടും തിരിച്ചു കൊണ്ടുള്ള ഇതാണ് ബാലി സുഗ്രീവനും. അതേസമയം ലങ്കയിലാണെങ്കിലോ 3 പേര്, ഒരു സഹോദരീനെ പറയുന്നതേ ഇല്ല. 3 പേര് ആൺകുട്ടികളേനെ ഇവിടെ അവർ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിലെന്താ? വിഭീഷണന് ഒരു വക, കുംഭകർണൻ വേറെ ഒന്ന്, രാവണൻ വേറൊരു തരത്തിൽ, 3 തരത്തിലുള്ള സഹോദരന്മാരാണ്. അതേമാതിരി അത് എങ്ങനെ വേണം, അത് ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ സ്വീകരിക്കുക. നമ്മൾ ബാല്യസുഗ്രീവൻ മാതിരിയാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും കലഹങ്ങളും യുദ്ധങ്ങളും അല്ലെങ്കിൽ അവരുമായിട്ട് സ്വരച്ചേർച്ചയില്ലായും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതേസമയം അയോധ്യയിലാണെങ്കിലോ 4 പേര് സുഖസുന്ദരമായിട്ട് സഹോദര സ്നേഹത്തോടു കൂടിയിട്ടാണ് കഴിയുന്നത്. അങ്ങനെ ഏതാണോ നമുക്ക് സ്വീകരിക്കേണ്ടത്, നമ്മൾ എങ്ങനെ ഏത് സ്വീകരിക്കണം, ഏതാണ് നന്മ എന്നുള്ളത് സ്വീകരിക്കാൻ നമ്മൾക്ക് രാമായണം നമ്മളെ വഴിയൊരുക്കുക. ഏത് ചെയ്താൽ നമുക്ക് സുഖമുണ്ടോ? നമുക്കൊക്കെ സുഖമാണ് വേണ്ടത്. ദുഃഖം ആരും ഇഷ്ടപ്പെടില്ല. അതെല്ലാവർക്കും സുഖം മാത്രമേ വേണ്ടൂ. ആ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ദുഃഖം ഒപ്പം ഉണ്ടാവും. ജനിക്കുമ്പോൾ മരണമുള്ള മാതിരിയാണ്. സുഖം എവിടെ ഉണ്ടോ ദുഃഖം ഒപ്പം ഉണ്ടാവും. അതേമാതിരി ആ ദുഃഖം നമ്മൾ സുഖമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, ആ ഭഗവത് ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ, ഭഗവാൻ എത്രയും വലിയ രാജാവായിട്ടും ചക്രവർത്തിയായിട്ടും എത്ര ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു, നമുക്ക് അത്രയൊന്നുമില്ലല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാന് നമ്മൾ മനസ്സിൽ ഏത് സമയത്തും മനസ്സിൽ നാമജപത്തിനാണ് പ്രാധാന്യമുള്ളത്. നാമത്തിനും വളരെ തുല്യ പ്രാധാന്യം നമ്മൾ കൊടുത്തും കൊണ്ട് ആണ് രാമായണം നടത്തേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് സമയത്തും രാമ 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 എന്നുണ്ടാവും. അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇനി അതേമാതിരി തന്നെ സത്സംഗത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ഒരു യമപുരിയിൽ വെച്ചിട്ട് ഉണ്ടായതാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാതിരി പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗം നടത്തുന്നതിൽ ഈശ്വരനെ പറ്റിയിട്ടും
പിന്നെ ഈശ്വരൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ധാരാളം പ്രസംഗിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. കുറേ ആളുകൾ കേൾക്കുന്നുണ്ട്. ആ ഉപദേശം ഒക്കെ കൊടുത്തു. അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തു എന്നല്ലാതെ അതിൻ്റെ മാർഗങ്ങളും യാതൊന്നും പറഞ്ഞു കൊടുത്തില്ല. എങ്ങനെ ഭഗവാനെ സ്മരിക്കണം എന്നുള്ളതോ അതൊന്നുമില്ല. കുറേ ഉപദേശം, അത് നല്ലതാണ് അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ കൊടുത്തു മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മരിച്ച് യമധർമ്മരാജാവിൻ്റെ അടുത്തെത്തി. അങ്ങനെ യമധർമ്മരാജാവ് പറഞ്ഞ് നരകം വിധിച്ചു. നരകം അനുഭവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അതേമാതിരി ഒരു ബസ്സിലെ ഡ്രൈവർ മരിച്ചു ചെന്നു എന്നാണ്. മരിച്ചു ചെന്നപ്പോൾ അദ്ദേഹത്തിന് 10 ദിവസം സ്വർഗം കൊടുത്തു എന്ന്. അപ്പോൾ പാതിരി ചോദിച്ചു, ഇത്ര അതെന്താ അങ്ങനെ ഒരു ഡ്രൈവർക്ക് അയാൾ എന്താ ചെയ്തിട്ട്? ഞാൻ എത്ര ആളേനെ ഉപദേശിച്ച് നേർവഴിയിലേക്ക് എത്തിച്ചു, പക്ഷേ ആ ഡ്രൈവർ എന്താ ചെയ്തത്? അത് എന്തിനാ അദ്ദേഹത്തിന് എങ്ങനെ 10 ദിവസം സ്വർഗം കൊടുത്തത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു, ഇത്ര വണ്ടി വളരെ സ്പീഡിലാണ് പോണത്, അപ്പോൾ അതിലുള്ള ആൾക്കാർ മുഴുവനും ഒരപകടം ഉണ്ടാവാതെ വണ്ടി നിർത്തണേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതോട് കൂടിയിട്ട് എന്തായി, ഇത്രയുള്ള വണ്ടിയിലുള്ള ആൾക്കാർ മുഴുവനും പ്രാർത്ഥിച്ചത് എന്താ, ഒരപകടം പറ്റരുതേ എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചു. ഈ ഡ്രൈവർക്കും അപകടം പറ്റരുത് എന്നാണ് പ്രാർത്ഥിച്ചത്, വണ്ടിക്ക് അപകടം പറ്റരുത് എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് 10 ദിവസം സ്വർഗം കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്, പ്രാർത്ഥനയുടെ വ്യത്യാസം. നമ്മൾ പാതിരിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, അല്ലെ ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആൾക്കാർ പ്രാർത്ഥിച്ചത്. കാരണം 2 മണിക്കൂറോ 3 മണിക്കൂറോ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണ്ടി നീച്ചു പോകാൻ എന്നുള്ളതിലാണ് പറഞ്ഞത്. അതേസമയം മറ്റവരെങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് അവർ 10 ദിവസമെങ്കിൽ 10 ദിവസം സ്വർഗം കിട്ടിയതെന്ന് പറയണ്ടേ. അപ്പോൾ നമുക്ക് നമ്മളിതിന്ന് എന്തേ മനസ്സിലാക്കാനുള്ളൂ, നമ്മൾക്ക് സുഖമോ സൗകര്യമോ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാനും സുഖമായിട്ട് മരിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ആകെ കൂടിയുള്ളൊരു സത്യമായിട്ടുള്ളത് മരണം മാത്രമേ ഉള്ളൂ. ആ മരണം എല്ലാ ദിവസവും നമുക്ക് ആലോചിക്കാനുള്ളത് കൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ആ രാവിലെ അങ്ങോട്ട് നീക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ നീച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നീച്ചു വരില്ല. അപ്പം ആ ഭഗവാനെ തന്നെ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാനെയാണ് എനിക്കും വേണ്ടത് എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ നമുക്കും സാധിക്കണം. അതിനാവട്ടെ ഇങ്ങനത്തെ രാമായണങ്ങളും ഒക്കെ എന്നാണ് ഭഗവാനും പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ആ രാമനാമം നമ്മൾക്കും എന്നും ചെല്ലാൻ സാധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അരണ്യകാന്ഡം അവിടെ അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കിഷ്കിന്ധാകാന്ഡം തുടങ്ങുകയാണ്. കിഷ്കിന്ധാകാന്ഡം തുടങ്ങുമ്പോഴേക്കും ഇവിടെ പമ്പാ നദീ തീരത്ത് എത്തി. പമ്പ നദീനൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ നദികളിൽ 2 ഭാഗത്തും മരങ്ങൾ, കരിങ്കൂവളങ്ങൾ, അതേമാതിരി ധാരാളം മരങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അത് വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പ്രകൃതിനെത്രയും വർണ്ണിച്ചത് വാൽമീകി രാമായണത്തിലാണ്. അതേസമയം അധ്യാത്മരാമായണം എന്താണ്? അധ്യാത്മരാമായണം നമ്മൾക്ക് അധ്യാത്മജ്ഞാനം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നരത്വത്തിൽ നിന്ന് ദേവത്വത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ്. രാമപാദത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിൽ ഭഗവാന്റെ പാദത്തിൽ എത്തിക്കാൻ പറ്റുമോ അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ അധ്യാത്മരാമായണം നമ്മൾ വായിക്കുന്നതും അല്ലെങ്കിൽ അത് എഴുതിപ്പെട്ടതും. ആദ്യം തന്നെ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള ജന്തുക്കൾക്കും മോക്ഷാർത്ഥമായിട്ടാണ് രാമായണം രചിച്ചത് എന്ന് പറയുന്നുണ്ട്. അതേമാതിരി വാൽമീകി രാമായണം എങ്ങനെയാണ് നമ്മൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതേ ഉണ്ടാവും. സമയം അധ്യാത്മരാമായണം ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമായിട്ടാണ്. മോക്ഷം ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പൂന്താനം പറഞ്ഞില്ലേ, ഭാരതത്തിൽ വന്ന് ജനിക്കണം, ഒരു പുല്ലായിട്ട് ജനിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് പൂന്താനം പറയുന്നുണ്ട്. അതേമാതിരി ഉള്ളൊരു ഇത് നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ അധ്യാത്മ ജ്ഞാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അത്
ഈ ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ആ അധ്യാത്മ രാമായണം നമ്മൾ എന്നും വായിക്കുക. അതേമാതിരി അതിൽ രാമ 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 എന്നില്ലാത്ത പദങ്ങളില്ല, ആകെ 5-6 ഉള്ളൂ. ഇത് പറയുന്നുണ്ട് ഒരു വരി വായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവത് സ്വരൂപമാണ്. എവിടെ പേജെടുത്ത് വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഒന്ന് മറച്ച് നോക്കി നിർത്തി തലയിൽ വെച്ചാൽ ഭഗവത് പ്രീതി എത്തി എന്ന് പറയും. അത്രയും പ്രാധാന്യം ഭാഗവതത്തിനുണ്ട്. അതേമാതിരിയാണ് രാമായണത്തിൽ എവിടെ നോക്കിയാലും രാമരാമ, ഓരോ വരിയിലും രാമരാമ എന്നുള്ള അക്ഷരങ്ങളില്ലാത്തതില്ല, ആകെ 6-7 ഉള്ളൂ. ഒരാളുണ്ടായിത്ര അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാ നോക്കിക്കോളൂ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ പിന്നെ അരിച്ചു പെറുക്കി ഓരോ വരികൾ വായിച്ച് അദ്ദേഹത്തിന് ആദ്യത്തെ വായന വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. രണ്ടാമത് വായിച്ചു, അപ്പോഴും കിട്ടിയില്ല. ഒരു 4-5 പ്രാവശ്യം അങ്ങനെ നിർബന്ധിച്ച് വായിച്ചപ്പോൾ ഒരു വരി കിട്ടി ഇത്രേ. അപ്പോൾ വീണ്ടും വായിക്കാൻ തുടങ്ങി, ഇനി ഉണ്ടാവും എന്നാണ്. അവസാനം പറഞ്ഞു ഇത്രേ, എനിക്കിനി ഇത് വായിക്കണ്ട, എനിക്ക് രാമരാമൻ ചൊല്ലിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന്. അങ്ങനെ പോലും ഒരു നിരീശ്വരവാദി ആയാലും ഒരു എന്താ പറയുക, നമ്മൾ അതിനെ പരിഹസിച്ചും കൊണ്ടായാലും ആ രാമനാമം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി നോക്കിച്ചാലും അദ്ദേഹം വായിച്ചോ ഇല്ലയോ. അപ്പം എന്തായി, അദ്ദേഹത്തിന് അതിൻ്റേതായുള്ള പുണ്യം കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ വീണ്ടും വായിക്കാനും ആ രാമപാദത്തിലെത്താനും അങ്ങർക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തേ വേണ്ടു, നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് വന്നാലും നമ്മൾ രാമനാമം ചൊല്ലും എന്നുള്ള അവസ്ഥ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും പേടിക്കാനില്ല. ഇവിടെ പമ്പ സരസ്സിൽ എത്തിയോട് കൂടിയിട്ട് അവർക്ക് നല്ല സന്തോഷമായി. അവർ ദാഹമൊക്കെ തീർത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്, ഇനിയിപ്പോൾ ഹനുമാൻ ദർശനം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹനുമാനെ കാണാൻ പറ്റില്ലേ എന്നൊക്കെ അവർ തമ്മിട്ട് എന്താണ് അപ്പോഴേക്കാണ് ഇവിടെ ഹനുമാൻ കാണുകയാണെന്നത്. ഇനി എങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി, ലക്ഷ്മണനും ശ്രീരാമനും കൂടി സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് മാരുതി വരികയാണ്, ഹനുമാൻ വരികയാണ്. എന്നിട്ട് അവർ ശ്രീരാമസ്വാമിനെയും ലക്ഷ്മണസ്വാമിനെയും കണ്ടോട് കൂടിയിട്ട് ആരാ ഇപ്പോൾ ഈ ആയുധധാരികളൊക്കെ ആയിട്ട് വരുന്നത്, പക്ഷേ അവർ ധീരന്മാരാണെന്നും അവർ മഹത്വമുള്ളവരാണെന്നും അവരതിനെ കാണുമ്പോഴേ തോന്നുന്നുണ്ടല്ലോ. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, ഇനിയിപ്പോൾ അഥവാ സുഗ്രീവനെ നിഗ്രഹിക്കാൻ ഭാര്യ പറഞ്ഞയച്ചതാണോ എന്നൊക്കെ സംശയിച്ചിട്ട് സുഗ്രീവൻ പറയുകയാണ്, എന്നെ ഒന്ന് പോയി അന്വേഷിച്ച് വരുമോ എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി ഒരു നല്ല ബ്രഹ്മചാരി വേഷത്തിൽ അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് വന്നത്, ആരാണ്, നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേവന്മാരാണെന്ന് തോന്നണുണ്ടല്ലോ തേജസ് കൊണ്ട്, അതോ ത്രികാലജ്ഞാനികളാണോ, അതോ ഭൂമിയിൽ വന്ന് നരനാരായണന്മാരാണോ, അങ്ങനെയൊക്കെ പല സംശയങ്ങളും എനിക്ക് തോന്നുന്നുണ്ട്. അത് അങ്ങ് ആരാണ്, അശ്വനി ദേവകളാണോ, വിശ്വൈകവീരന്മാരാണോ, ആരാണ് നിങ്ങൾ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനത്തിൻ്റെ ശൈലിയും ഒക്കെ കേട്ടപ്പോൾ ഇത് യാതൊരു വക പിന്നെ ശബ്ദത്തിൻ്റെ ദൂതന്മാരുടെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. സുന്ദരകാണ്ഡത്തിൽ പറയുന്നുണ്ട് ദൂതൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ ആദ്യം മുതൽക്ക് തന്നെ പറയുകയാണ്. അവിടെ ദൂതൻ്റെ മാതിരിയാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്. ആരാണ് എന്താന്നൊക്കെ പറഞ്ഞിട്ട് ആ സുഗ്രീവ വാക്യത്തോട് കൂടിയിട്ട്, തൻ്റെ ആ സൗന്ദര്യ വാക്കോട് കൂടിയിട്ട് ഹനുമാൻ പറയുന്ന സമയത്ത് ശ്രീരാമസ്വാമി പറയാണ്, ഇതൊരു ദുർവ്യാഖ്യാനോ അല്ലെങ്കിൽ ഒരു ദുർശബ്ദമോ ഒന്നുമില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഒരു കപടത്തോട് കൂടിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് പറയും. ഇവിടെ യാതൊരു കപടത്വം തോന്നുന്നില്ല. ഈ ബ്രഹ്മചാരി വളരെ നല്ല സൗമ്യനാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് സത്യം പറയാം അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാ വിശേഷങ്ങളും പറയാണ്. ഈ ഹനുമാനോട് പറയാണ്, അയോധ്യയിലത്തെ ദശരഥ ഭൂമിപാലനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാമചന്ദ്രനാണ്, എൻ്റെ അനിയനാണ്, ലക്ഷ്മണനാണ്, ജാനകിയായിട്ടുള്ള സീത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കാട്ടിൽ വന്ന സമയത്ത് ഒരു നിശാചരൻ പിടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് എവിടെയാണെന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ കാട്ടിൽ കൂടെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് നിന്നെയും കണ്ടുകിട്ടിയത്.
എനിക്ക് ഒരു നിന്നെ കണ്ടപ്പോൾ ഒരു നല്ല വയ്യാങ്കരടിയാണ്, നല്ലൊരു ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു. ഇനി നീ നിൻ്റെ സത്യം പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ് സുഗ്രീവനോടും അപ്പോൾ ശ്രീരാമേന്ദ്രനോട് പറയുകയാണ്, സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതത്ര രഘുപതേ. ആ പർവ്വതത്തിന് ഋഷ്യമുഖാചലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഋഷ്യമുഖാചലത്തിൽ സുഗ്രീവൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വാനരേന്ദ്രൻ, വാനരശ്രേഷ്ഠനായിട്ടുള്ള എൻ്റെ സഹോദരൻ ഇരിക്കുന്നുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ മന്ത്രികളാണ് ഞങ്ങൾ 4 പേര്, മന്ത്രിമാരും ഉണ്ട്. അങ്ങനെയുള്ള ആ ഹനുമാനായ എന്നുള്ള പേരുള്ള ആളാണ് ഞാൻ എന്ന് പറയണം. എന്നിട്ട് പറയണം, ബാലി എന്നൊരു ഏട്ടനുണ്ട്. ആ ഏട്ടൻ സുഗ്രീവനെ നാട്ടിൽ നിന്ന് ആട്ടി പറഞ്ഞയച്ചു. എന്നിട്ട് ഉപദ്രവിക്കുന്ന സമയത്ത് ഋഷ്യമുഖാചലത്തിൽ വന്നിരിക്കുകയാണ്. അവിടേക്ക് ബാലി വരില്ല എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 4 ഭൃത്യന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വായുതനയനാണ്, എൻ്റെ ഹനുമാൻ എന്നുള്ളതാണ് പേര്. ഞങ്ങളുടെ ദുഃഖം അങ്ങ് തീർത്തു തരണേ എന്ന് പറഞ്ഞിട്ടാണ് കാൽക്കല വീണത്. കാരണം എന്താ, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ചില നമ്മൾ പറയാറില്ലേ, നമ്മൾ ചില ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ പറയും, ആ ഡോക്ടറെ കണ്ട അത് ശരിയാവും, എന്തായാലും നമ്മളെ മനസ്സിലാണ്ട് ഉറപ്പിക്കും. പിന്നെ അദ്ദേഹം ചെറിയൊരു ഗുളിക തന്നാലും നമുക്ക് സുഖമാണ്. കാരണം എന്താ, നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അസുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടാൽ മാറും എന്നുള്ളത് നമ്മളങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു മാറ്റവും. അതേമാതിരി ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്താ ചെയ്യുക എന്താ ഒന്നും പറയുന്നില്ല. പക്ഷേ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കണ്ടതോട് കൂടിയിട്ട് ഹനുമാൻ അങ്ങോട്ട് തീർപ്പിച്ചു. തനിക്ക് തൻ്റെ രാജ്യത്തിനും അല്ലെങ്കിൽ തൻ്റെ സുഗ്രീവ ഏട്ടന് എന്തായാലും ആ വാനര രാജ്യം കിട്ടാതിരിക്കില്ല. സുഗ്രീവനോട് സഖ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേർക്കും സഖ്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് സീതാദേവീനെ കണ്ടുപിടിച്ച് കൊണ്ടേ കൊടുക്കാമെന്നും രാജ്യം തിരിച്ചു കൊടുക്കാം എന്നുള്ളതും നിങ്ങൾ തമ്മിലാണ്ട് സഖ്യം ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്കും ഗുണമുണ്ടാവും എന്നുള്ളത് ആ ഒരൊറ്റ സത്സംഗം കണ്ട ഒരൊറ്റ മാത്രയിൽ ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ഹനുമാൻ അങ്ങോട്ട് മനസ്സിലായി. അതാണ് ഒരു ദൂതൻ്റെ കഴിവ്. ഒരു ദൂതൻ എന്നല്ല, ഒരു അസല് വയ്യാകരണം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യത്തിൽ ചരിക്കുന്ന ആളാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ പറയും ബ്രഹ്മചര്യം, യൗവനം, വാർദ്ധക്യം, കൗമാരം, വാർദ്ധക്യം എന്നൊക്കെ പറയും. ഈ 4 ആശ്രമങ്ങളിലുള്ളവർക്കും യഥാവിധി ആശ്രമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ദുഃഖം അല്ലെങ്കിൽ മറ്റൊരാളുടെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ ഇതിൽ പറഞ്ഞില്ലേ, ഗുരോരനുഗ്രഹണേവ, കുചേലൻ്റെ കഥയിൽ പറഞ്ഞില്ലേ, ആ കുചേലനെ കണ്ട വഴിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഇത് മുഴുവനും. ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും കുചേലൻ തന്നെ പറയുന്നു, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായി, എല്ലാതും കിട്ടിക്കൊണ്ടായി. അതെന്തായി, ആ ഗുരുവിൻ്റെ ഒപ്പം കഴിഞ്ഞുള്ള ആശ്രമവാസത്തിൽ ആ ബ്രഹ്മചര്യാവസ്ഥയിലുണ്ടായതാണ്. ആ ബ്രഹ്മചര്യാവസ്ഥയിലുണ്ടായത് നമ്മൾ വേറെയും കണ്ടിട്ടുണ്ട്. ഏതാ, ദ്രുപദൻ്റെ കഥയിൽ. ദ്രുപദൻ അങ്ങനെയുള്ളൂ, ദ്രോണരും 2 പേരും ഒരേ ആശ്രമത്തിൽ പഠിച്ച ആൾക്കാരാണ്. പക്ഷേ അന്ന് പറഞ്ഞു, ഞാൻ രാജാവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പകുതി രാജ്യം അങ്ങേക്ക് തരാമെന്ന് ബ്രഹ്മചര്യത്തിൽ പറഞ്ഞ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിചാരിച്ചിട്ട് രണ്ടാമത് ചെന്നപ്പോൾ നമ്മൾ തമ്മിലൊരു യോജിപ്പുമില്ല, ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആട്ടി വിട്ടു എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ കേട്ടിട്ടുണ്ട്. അതേമാതിരിയാണ് ഇവിടെ ഓരോ അവസ്ഥയിലും നമ്മളെത്തുമ്പോൾ ഒരു ചില അതേമാതിരി തന്നെയാണ് ചില ദുഃഖങ്ങളെ കാര്യങ്ങൾ. ചില വീട്ടമ്മമാരൊക്കെ പറയും, എനിക്ക് എന്തോന്നറിയില്ല കേട്ടോ, ആ സ്ത്രീനെ കണ്ടപ്പോൾ എന്തൊക്കെയോ വിഷമം അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ, ഞാൻ അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആ ഒരു ആത്മാ ഐക്യം ഉണ്ടാവുക എന്ന് പറയും. അതേമാതിരി അതൊക്കെ ഓരോ ആശ്രമത്തിൻ്റെ പ്രത്യേകതകളാണ്. എല്ലാ ആശ്രമങ്ങളും അതാത് ശക്തിയോട് കൂടിയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ടോ അത് അതിൻ്റെ പ്രകടമാതിരിക്കില്ല എന്ന്. ഇവിടെ ആ ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഞ്ജനേയ സ്വാമി ഒരു ബ്രഹ്മചാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ബ്രഹ്മചാരി അവസ്ഥയിൽ ഇത് സത്യം പറഞ്ഞ് ബോധിപ്പിക്കും. ഇനി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല, സീതാദേവിനെ കണ്ടുപിടിച്ച് ഞാൻ തരുന്നതാണ്, ഞങ്ങൾ തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. ആ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ
ചുമലിൽ ഇരുന്നിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ അവിടുന്ന് ആരാ എന്താന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കണ്ണിൻ്റെ പിന്നെ കാഴ്ചതോടെ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇങ്ങനെ നോക്കി കണ്ണെങ്കിൽ നമ്മൾ പറയില്ലേ ആ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ സത്യമെന്ന് പറയും. അതേമാതിരി കൺകോണുകളെ കൊണ്ട് സുഗ്രീവന് ആജ്ഞ കൊടുത്തു. ശരിയാണ്, നല്ലതാണ്, ഇത് ഞാൻ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഭഗവാന് രണ്ട് ഭാഗത്തും എടുത്ത് ആ ഇതിൻ്റെ മുകളിലേക്ക് സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശ്രീരാമന് സന്തോഷമായി. കാരണം ശബരി പറഞ്ഞിട്ടുണ്ട് ഹനുമാനെ കണ്ട് സുഗ്രീവനായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും നല്ലതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് സുഗ്രീവൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് സുഗ്രീവനായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം, ഞാൻ രാജ്യവും തരാം എന്ന് പറഞ്ഞ് യാഗരക്ഷ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അഗ്നി സാക്ഷിയായിട്ട് അവർ രണ്ടുപേരും അവിടെ മലയുടെ മുകളിലല്ല, ഒന്നും ഇരിക്കാനും സാധനങ്ങളൊന്നുമില്ല. വേഗം 2-3 ഇലകളൊക്കെ ഇട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. ഇനി യാതൊരു ഇതുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ട കണക്ക് എല്ലാതും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവർ സഖ്യം ചെയ്തു. അഗ്നി ജ്വലിപ്പിച്ച് സഖ്യം ചെയ്തു. രണ്ടുപേരും അങ്ങടും ഇങ്ങടും പിന്നെ ഉപകാരം ചെയ്ത് സീതാദേവീനെ കൊണ്ടുവരാമെന്നും ബാലിനെ നിഗ്രഹിച്ചിട്ട് എന്ന് പറയുന്നില്ല, ബാലിനെ ആ കിഷ്കിന്ധ രാജ്യം ഞാൻ സുഗ്രീവന് തരാം എന്നും പറഞ്ഞ് രണ്ടുപേരും സഖ്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിതിങ്ങനെ ബാലിയും സുഗ്രീവനുമായിട്ട് എന്തിനാണ് യുദ്ധം ഉണ്ടായത്, എന്താണ് അതിനെന്താ കലഹം ഉണ്ടാവാൻ കാരണം എന്താ? നിങ്ങൾ ഏട്ടനും അനിയനും ഇല്ലേ? ഒരാൾ പിന്നെ സൂര്യപുത്രനാണ്, ഒരാൾ ഇന്ദ്രപുത്രനാണ്. രണ്ടുപേരും ഒരേ അമ്മയുടെ കുട്ടികളല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ തർക്കം ഉണ്ടായത് എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, മായാവി എന്ന് പറഞ്ഞുള്ള അസുരൻ ഉണ്ടായിരുന്നു മയൻ്റെ പുത്രനായിട്ട്. അത് പിന്നെ വളരെ ശക്തിമാനാണ്. അപ്പോൾ എല്ലാവരോടും യുദ്ധം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കിഷ്കിന്ധയിൽ വന്നു. കിഷ്കിന്ധയിൽ വന്നപ്പോൾ അവിടുത്തെ രാജാവ് ആരാ? ഏട്ടനാണ്, ബാലിയാണ് രാജാവ്. ബാലിക്ക് യുദ്ധം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ബാലിക്ക് വേറൊരു ഗുണമുണ്ട്. കാരണം എന്താ? ബാലിനെ നേരിട്ട് യുദ്ധം ചെയ്ത് ആരെയായിട്ട് യുദ്ധം ചെയ്യണോ ആ ആളുടെ പകുതി ശക്തി തന്നിലേക്ക് കിട്ടും. അങ്ങനെ ഒരു വരമുണ്ട്. അപ്പോൾ ഒരാൾക്കും ബാലിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മായാവി ഇതേമാതിരി മായാവി വന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് രണ്ടും മുട്ടി പിന്നെ ഒക്കെ ചെയ്തു. എന്നിട്ടും ആരും തോൽക്കുന്നില്ല. എങ്ങനെയാണ് തോൽക്കുക? മായാവീനെ തോൽപ്പിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ മായാവിയുടെയും കൂടി പകുതി ശക്തി ബാലിക്ക് കിട്ടും. അപ്പോൾ ബാലിനെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതും ഒരു വല്ലാത്തൊരു യുദ്ധത്തിലുള്ള ഒരു ഇതാണത്. കാരണം നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് രക്തബീജൻ്റെ നമ്മൾ ദേവി ഭാഗവതത്തിൽ വായിച്ചില്ലേ? രക്തബീജൻ്റെ കഥ വായിച്ചില്ലേ? ഒരു രക്തബിന്ദു താഴ്ത്ത് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ആ രക്തബീജൻ്റെ ശക്തിയോട് കൂടിയിട്ട് 1000 പേരുണ്ടാവുന്നു. ആ 1000 പേരിൽ ഒരാളുടെ രക്തബിന്ദു വീണിട്ടുണ്ടെങ്കിൽ അതിന്ന് 1000 ആളുണ്ടാവും. അപ്പോൾ ലോകം മുഴുവൻ രക്തബീജന്മാർ നിറയും. അങ്ങനെയുള്ളൊരു അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ലോകത്തിന് ദേവിക്കല്ലാണ്ട് ആർക്കാ, ഭഗവതിക്കല്ലാണ്ട് ആർക്കാ അതിനൊക്കെ നശിപ്പിക്കാൻ പറ്റുക? അതേമാതിരിയാണ് ഇവിടെ ബാലിക്ക് ഒരാളോട് യുദ്ധം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ആളുടെ പകുതി ശക്തി ഇങ്ങോട്ട് പോരും. പിന്നെ ആർക്കെങ്കിലും അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയുള്ള ആ ബാലിനെയാണ് ഇവിടെ മായാവി യുദ്ധത്തിന് വിളിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്ത് അവസാനം ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയപ്പോൾ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്യുന്ന സമയത്ത് ബാലി പറഞ്ഞു, ഞാൻ വരുന്നവരെ പുറത്ത് നിൽക്കണം, അഥവാ മായാവി എന്നെ കൊല്ലുകയാണെങ്കിൽ രക്തം വരും, അല്ലെങ്കിൽ പാല് വരും, അത് ഏതാന്നുള്ളത് നോക്കിയിട്ട് ഇത് വരണം എന്നുള്ളത് നിന്നു. അങ്ങനെ മാസങ്ങൾ നിന്നു. വരുന്ന കാണാനില്ല, ഒന്നും വരുന്ന കാണാനില്ല. പക്ഷേ ഈ മായാവിയുടെ മായാപ്രയോഗം കൊണ്ട് ബാലിനെ നിഗ്രഹിച്ചില്ലെങ്കിലും രക്തം വന്നു. രക്തം വന്നോട് കൂടിയിട്ട്
സുഗ്രീവനാകെ പേടിച്ച് ഇത്രയും ബലവാനായിട്ടുള്ള എൻ്റെ ഏട്ടനെ ആ മായാവി കൊന്നു എന്ന് പേടിച്ച് ഓടി, രാജ്യത്തിലേക്ക് ഓടി. പക്ഷേ ആരും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അരാജകത്വം വരില്ലേ? അതുകൊണ്ട് എല്ലാവരും കൂടി സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ബാലി തിരിച്ചു വന്നപ്പോൾ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്നെ ഗുഹയിലിട്ട് അടിച്ചത് എന്നങ്ങോട്ട് ധരിച്ചു. ഒരു തിരിച്ചറിവുണ്ടായില്ല എന്നാണ്. അനിയനെ എന്താ ചെയ്തത്, അനിയനെ എന്താ അങ്ങനെ ചെയ്യാന്നുള്ളത് ചോദിക്കുക പോലും ചെയ്യാതെ രോഷത്തിലങ്ങോട്ട് ഇന്നു. ഏത് സമയത്തും ബാലി വന്ന് സുഗ്രീവനെ ദ്രോഹിക്കാന്ന് പറഞ്ഞാലുണ്ട്, അതുമാതിരി അങ്ങോട്ട് ദ്രോഹിച്ചു. എവിടെ പോയാലും ദ്രോഹിച്ചു. അതും ഇതേമാതിരി തന്നെയാണ് സീത അന്വേഷണ സമയത്ത് എവിടേക്കാവും കൊണ്ടുപോയി ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്, ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ പറയുന്നുണ്ട്, ഭാഗവതത്തിലില്ലേ ലോകാലോകത്തിനെ മുഴുവനും വർണ്ണിക്കുന്നുണ്ടല്ലോ, അതേമാതിരി ലോകാലോകം മുഴുവനും അതിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് സുഗ്രീവനുണ്ട് പറഞ്ഞു കൊടുക്കും. നദികളിലെ, പർവ്വതങ്ങളിലെ, ഇതേമാതിരി സമുദ്രങ്ങളിൽ, എത്ര സമുദ്രങ്ങളുണ്ടോ ആ സമുദ്രങ്ങളിൽ മുഴുവനും എവിടൊക്കെ ഗുഹകളുണ്ട്, എവിടൊക്കെ മരങ്ങളുണ്ട്, എവിടൊക്കെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് എന്നുള്ളത് മുഴുവനും അങ്ങോട്ട് പറഞ്ഞ് വിവരിച്ചങ്ങോട്ട് കൊടുക്കും. അവസാനം ശ്രീരാമൻ ചോദിക്കും, ഇതൊക്കെ എത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സുഗ്രീവനെ അറിയണത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ബാലീനെ പേടിച്ചിട്ട് എവിടെയെങ്കിലും ഞാൻ ഒളിക്കും, എവിടെ ഒളിച്ചാലും ബാലി കണ്ടുപിടിക്കും, അടിക്കും, ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ലോകം മുഴുവനും സഞ്ചരിച്ചത്, ലോകം മുഴുവനും എനിക്ക് അറിഞ്ഞത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വാക്ക്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് വിവരണമുണ്ട്. അതേമാതിരിയാണ് ഇവിടെ. എത്ര സ്ഥലത്ത് ഓടിപ്പോയാലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സമയത്ത് എന്ത് ചെയ്യും, മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ 4 സമുദ്രങ്ങളിലും വേണം ചാടിയിട്ടാണ് തർപ്പണത്തിന് പോവുക, സന്ധ്യാവന്ദനത്തിന് പോവുക. ആ സന്ധ്യാവന്ദനത്തിന് പോകുമ്പോൾ ഈ ഋഷ്യമൂകാചലം മൂടിക്കിടക്കുമ്പോഴും ഒരു കാലുകൊണ്ട് ഒരു ഞെട്ട് കൊടുക്കും എന്നാണ് പറയാം. അത്രയും ദ്രോഹിച്ചും കൊണ്ട്, ഒന്നും ചെയ്യുന്നില്ല എന്നാലും അത്രയും ദ്രോഹിച്ചും കൊണ്ടാണ് ബാലി കഴിയണത് എന്നുള്ളത് പറയണം. എന്നിട്ട് പറയും, ഋഷ്യമൂകാചലത്തിലേക്ക് ബാലി വരില്ല എന്നുള്ളത് ആ ഒരു മായാവി എന്ന് വേറൊരു അസുരൻ ഉണ്ടായിരുന്നു, ദുന്ദുബി. ആ അസുരനെ കൊന്ന സമയത്ത് അതിൻ്റെ ചവിട്ടി അതിൻ്റെ തലങ്ങട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ദേഹം അങ്ങനെ വലിച്ചെറിയുന്ന സമയത്ത് ഈ ഋഷ്യമൂകാചല ആശ്രമത്തിൻ്റെ അപ്പുറത്തേക്ക് വീണ സമയത്ത് അതിൽ രക്തങ്ങൾ വീണമെന്ന്. ആ രക്തം വീണപ്പോൾ മഹർഷിമാർക്കത് വളരെ ഇതായി. അപ്പോൾ അവർ ശപിച്ചു, ഇനി ഈ ബാലി ഇതിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ തല പൊട്ടിത്ത് പോകട്ടെ എന്ന്. അപ്പോൾ മരണഭയം ആർക്കും ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പരീക്ഷിക്കാൻ പോയില്ല എന്നാണ്. അതേസമയം പരീക്ഷിച്ചു എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, അപ്പം തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ബാലികേലാമറ എന്ന് പറയുന്നത്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഋഷ്യമൂകാചല. ബാലിക്ക് കയറാൻ പറ്റില്ല, ഉയരണ്ടായിട്ടോ അല്ലെങ്കിൽ കയറാൻ പറ്റാഞ്ഞിട്ടോ ഒന്നുമല്ല ബാലി കയറാമല്ല എന്ന് പറയുന്നത്. കാരണം എന്താ, ഋഷ്യമൂകാചലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തലപൊട്ടി മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മുനിമാരുടെ ശാപമാണ്, അത് മരിക്കാതിരിക്കില്ല. അപ്പോൾ അവിടേക്ക് ബാലി വരില്ല. എന്നാലും ബാലി ഉപദ്രവിക്കുന്ന 4 സമുദ്രത്തിലേക്ക് പോണ സമയത്ത് അതിൽ കൂടെ ചാടി പോണ സമയത്ത് സുഗ്രീവൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഋഷ്യമൂകാചലത്തിൽ എങ്ങോട്ടും പോകാനില്ലല്ലോ. ഋഷ്യമൂകാചലത്തിൽ എവിടെയെങ്കിലും പർവ്വതത്തിൽ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് കാലുകൊണ്ടൊരു തട്ട് കൊടുത്തിട്ടാണ് പോവാന്ന്. അത്രയും ദ്രോഹിച്ചും കൊണ്ടാണ് ബാലി ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ബാലിനെയാണ് എനിക്ക് കിഷ്കിന്ധ കിട്ടാൻ വേണ്ടിയിട്ട് ബാലിനെയാണ് കൊന്നിട്ട്, ശത്രുവിനെ കൊന്നിട്ട് എൻ്റെ പത്നീനെയും ഒക്കെ സ്വീകരിച്ചിരുന്നത്. ഒരു ജ്യേഷ്ഠപത്നി, സഹോദരപത്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തുല്യമാണ്. അതാണ് സ്വന്തം പത്നിയായിട്ട് കാണുന്നത്. അതൊക്കെ അനീതികളാണ് ചെയ്യുന്നത്. ആ അനീതിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനോട് പറയണം. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞോട് കൂടിയിട്ട് പറയണം. ബാലീനെ ഇനിയിപ്പോൾ അഥവാ കൊല്ലണം എന്നുണ്ടെങ്കിൽ തന്നെ എത്ര ശക്തി ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പറയുകയാണ്, ഈ ദുന്ദുബിയുടെ തല അവിടെ കറക്കുന്നുണ്ട്. ഈ തല എങ്ങനെയെങ്കിലും എടുത്തിടാൻ പറ്റുമോ? പർവ്വതമാതിരി വലിയൊരിത് കുന്നു കണ്ട് കാണുക. അപ്പോൾ ചോദിച്ചു, ഇത് എടുക്കാൻ പറ്റണ ആൾക്ക് ബാലീനെ കൊല്ലാൻ പറ്റും എന്ന് പറയുക. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ
വിരലുകൊണ്ടൊന്നും ഇടുന്നില്ല, ഒരൊറ്റടി പന്ത് കളിക്കന്മാരി കണ്ട് ഇട്ടോട് കൂടിയിട്ട് കുറേ യോജന ദൂരത്തേക്ക് വന്നു. അത് കണ്ടതോട് കൂടിയിട്ട് വളരെ സന്തോഷമായി. വേഗം ചെന്നിട്ട് കാൽക്കൽ വീണു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി വേറൊന്നും കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ഇവിടെ 7 മരങ്ങളുണ്ട്, ഒരേമാതിരി നിൽക്കുന്ന വട്ടത്തിൽ നിൽക്കുന്ന മരങ്ങളുണ്ട്, സാലവൃക്ഷങ്ങൾ. ആ സാലവൃക്ഷങ്ങൾ ദിവസേന അത് പിടിച്ച് കുലുക്കിയിട്ട് പനയ്ക്കന്നെ നല്ല ഉറപ്പുള്ളതാണ്. ആ സാലവൃക്ഷങ്ങൾ കുലുക്കിയിട്ട് അതിലത്തെ ഇല മുഴുവനും കായ മുഴുവനും താഴ്ത്തിക്കിടും. അത് ബാലിയുടെ ഒരു വിനോദമാണ്. ആ സാലങ്ങളേനെ മൽപ്പിടിച്ചിടുന്നതാണ്. അത് വട്ടത്തിൽ നിൽക്കുന്നതാണ്. അതിന് ഒരസ്ത്രം കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിലും ബാലിനെ കൊല്ലാൻ പറ്റുന്നു. അത്രയും ശക്തനാണെന്ന് പറയണം. ബാലി അത്രയും ശക്തനാണെന്ന് പറയണം. അങ്ങനെ ആ ഭഗവാൻ പറഞ്ഞു ഭഗവാന് സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത്? ഇതിൽ നമ്മൾ സ്വയംവരത്തിൻ്റെ അതിൽ പറഞ്ഞില്ലേ 7 വൃക്ഷങ്ങളെ 7 രൂപത്തിലെടുത്തിട്ട് കൊന്നു എന്ന് പറയുന്നുണ്ട്. അതേമാതിരി ഇവിടെ 7 അമ്പുകളേനെ 7 രൂപങ്ങളെടുത്തിട്ട് ആ സപ്തസാലങ്ങളും ഒരേമാതിരി കൊണ്ട് കൊന്നു. സപ്തസാലങ്ങളെ മുറിച്ചിട്ടു. അതോടുകൂടിയിട്ട് ഭഗവാനാണ്, ഇത് ഭഗവാൻ തന്നെയാണ് എന്ന്, ഇത് സാക്ഷാൽ ഭഗവാനാണ് എന്നങ്ങോട്ട് സുഗ്രീവന് മനസ്സിലായി. എന്നിട്ട് സുഗ്രീവൻ പറയാണ് സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷ്യബോധൻ നിന്തിരുവടി നിർണയം. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങ് ശ്രീരാമനോ ശ്രീരാമനാണെന്ന് പറഞ്ഞല്ലോ, അത് ഭഗവാൻ തന്നെയാണ്, ആ പരമാത്മാവാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ പരമാത്മാവ് തന്നെയാണ്. എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് അറിയില്ല. നമ്മൾ പറയാറില്ലേ മണ്ണ് കുഴിക്കുമ്പോൾ നിധി കിട്ടിയെന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു നിധി കിട്ടിയ മാതിരിയാണ് എനിക്ക് അങ്ങനെ ഇപ്പോൾ കാണാനും അതേമാതിരി ആ പാദത്തിൽ നമസ്കരിക്കാനും എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് ഇനി എൻ്റെ അങ്ങയുടെ കൃപ കൊണ്ട് എനിക്കെന്ത് വേണം? എനിക്ക് അങ്ങയുടെ കൃപ എന്നിലുണ്ടാവണം. ഇപ്പോൾ വേറെ യാതൊന്നും എനിക്കൊന്നും വേണില്ല. യാതൊരു തെന്നു ചിത്തം നിന്നിരുവടി പാദം ഭുജത്തിലകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടുമജ്ഞാനമനർത്ഥതം. ഇങ്ങനെ യാഗങ്ങൾ കർമ്മങ്ങൾ ഒന്നും അതൊക്കെ പറയുന്നുണ്ട്. മണ്ണിന് വേണ്ടി ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരിയാണ്. ഇനി അത് ധർമ്മം, ദാനം, വ്രതാനുഷ്ഠാനങ്ങൾ അതുകൊണ്ടൊന്നും ഭഗവാന് കിട്ടില്ല. ജീവിതക്ലേശങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങയുടെ ചരണങ്ങളിലുള്ള ഭക്തി കൊണ്ട് മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ഭഗവാനെ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ഒരു മുജ്ജന്മ കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നമുക്കൊരു നാമം ചൊല്ലണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ നിദ്രാദേവി വന്നുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ആ നിദ്രാദേവി വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് കാരുണ്യം വേണം. ആ ഭഗവാൻ നമ്മുടെ മനസ്സിലിരുന്നിട്ട് ഇത് നിനക്ക് ആവശ്യമുള്ളതാണ്, അത് നിനക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് അതിനുള്ള ജ്ഞാനം നമ്മളെ വന്നുകൊണ്ടിരിക്കും. ആ കൃപ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുള്ളൂ എന്ന് പറയുക. അവിടെ നിന്നിട്ട് പറയുകയാണ് അങ്ങയുടെ പാദകമലങ്ങളിൽ മനസ്സിനെ അല്പസമയെങ്കിലും ഉറപ്പിക്കാൻ കഴിയുന്നവന് അനർത്ഥപ്രദങ്ങളായ അജ്ഞാനം നീങ്ങുന്നു. 1 മിനിറ്റ്, 1 സെക്കൻഡ്, 1 നിമിഷം, അത്രയേ വേണ്ടൂ ഭഗവാനെ സ്മരിക്കാൻ നമ്മൾ വിനിയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ വിനിയോഗിച്ചതുകൊണ്ട് എനിക്ക് അങ്ങയുടെ പാദം കാണാൻ വന്നു എന്ന് പറയണം. എന്നിട്ട് പറയണം നാമമഹിമയാണ് വീണ്ടും പറയുന്നത്. ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന്നൊതുരിതങ്ങൾ വേരറ്റോ നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ. നാമജപം കൊണ്ട് സിദ്ധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. അതെനിക്ക് ഇപ്പോൾ അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കലും ഇവിടെ ആയപ്പോൾ എനിക്ക് വളരെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പറയാണ് തൊൽപാദഭക്തി മാർഗോപദേശം കൊണ്ടോ മൽപാപമുൽപാടയത്ര ലോകീപതേ. അങ്ങയുടെ ഭക്തിമാർഗം കൊണ്ടും അല്ലെങ്കിൽ ഉപദേശം കൊണ്ടും എന്നിലുള്ള ആ
ശിക്ഷ അല്ലെങ്കിൽ എന്നിലുള്ള ദുർഗതി എനിക്ക് മാറ്റി തന്നിട്ട് എന്നെ നല്ലത് വഴിക്ക് നയിക്കണേ എന്ന് പറയണം. ശത്രുമധ്യസ്ഥിത മിത്രാതിവേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതോ ഭൂപതേ. ഇപ്പോൾ എനിക്ക് ശത്രുവാണോ മധ്യസ്ഥാണോ, ഞാൻ മധ്യസ്ഥനാണോ, അതൊന്നുള്ള ഭ്രമങ്ങളൊന്നും എനിക്കില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ എന്തേ ഉള്ളൂ, എനിക്ക് ആ പാദത്തിൽ കേവല ജ്ഞാനമുണ്ടായി. അതുകൊണ്ട് പുത്രധാരാദി സംബന്ധം ഇല്ലാതെ ആ പാദപങ്കജത്തിൽ എൻ്റെ മനസ്സ് എപ്പോഴും ഉറക്കണം. അതിന് മാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ത്വന്നാമ സങ്കീർത്തന പ്രിയമാകണമെന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയേ. ഒന്നാരം പറഞ്ഞു, നാണം വിട്ടു കൈവിട്ടു ചൊല്ലുക നാമങ്ങൾ എന്ന് പറഞ്ഞു വന്ന് കഴിഞ്ഞു. ഓരോ സമയത്ത് നമ്മൾ മറ്റൊരാൾ കേൾക്കുമോ, അല്ലെങ്കിൽ കേട്ടാൽ എന്താ പറയുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പതുക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ വേണ്ട. നാണം കൈവിട്ട് നാണമില്ലാണ്ട് നമ്മൾ നാമം ചൊല്ലാൻ സാധിക്കണം. നമ്മളുടെ നാവ് നാമസങ്കീർത്തനത്തിനായിട്ട് മാറണം. അല്ലാണ്ട് പറ്റില്ല എന്ന് പറയണേ. പിന്നെയോ ത്വച്ചരണാംബുരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യുക വരിക കരങ്ങളാൽ. ആ പാദത്തിൽ അർച്ചനം ചെയ്യാൻ എൻ്റെ കൈകൾക്ക് സാധിക്കണം. കൈകളില്ല എന്നുണ്ടെങ്കിൽ അത് സാധിക്കുമോ? കൈകൾക്ക് കൈകൾക്ക് ഒരു അർത്ഥം വരണം എന്നുണ്ടെങ്കിൽ അതിന് പാദസേവനം ചെയ്യണം. അങ്ങനെ ആ പാദസേവനം ചെയ്യാൻ, ആ അർച്ചനം ചെയ്യാൻ എനിക്ക് സാധിക്കണം. പിന്നെയോ കണ്ണെന്തിനാണ്? ചാരുരൂപങ്ങൾ കാണാനായി വരണം. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം ചാരുചരിതം. അങ്ങയുടെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങയുടെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഭക്തി കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങയുടെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കർണങ്ങൾക്ക് അമൃതാവണം. വേറൊന്നും കേൾക്കാനുണ്ടാവരുത് എന്ന്. കണ്ഠാകർണൻ്റെ കഥയിൽ കണ്ടില്ലേ? കണ്ഠാകർണൻ എങ്ങനെയാണ്? ചെവിയിൽ ഒരു മണി അവിടെ തൂക്കിയിട്ടുന്ന. ഖണ്ഡെന്ന് പറഞ്ഞാൽ മണി, കർണം എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിൽ വലിയൊരു മണി അവിടെ തൂക്കിയിട്ടു. വേറെ ഒന്നും എനിക്ക് കേൾക്കാൻ പാടില്ല, ശിവനാമം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ. എന്നിട്ട് താമസന്മാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ നാരായണനാമം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഥ പറയണ്ടല്ലോ, അറിയാലോ എല്ലാവർക്കും. നമ്മൾ പറയാറുള്ളതാണ് കണ്ഠാകർണൻ്റെ കഥ, ചെവിയിൽ തൂക്കിയിട്ടുള്ളത്. എന്താണെന്ന് പറയണോ? ഒരു രാക്ഷസനാണ് കണ്ഠാകർണൻ എന്ന പേര്. ആ കണ്ഠാകർണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ഠാകർണനല്ല, പേരതല്ല, ഒരു രാക്ഷസനെ പറയാൻ പറ്റുള്ളൂ, പേരൊന്നും അതിൽ പറയുന്നില്ല. ആ രാക്ഷസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാക്ഷസൻ മതിച്ച് നടക്കുന്നതാണ്. അങ്ങനെ വലിയ ആകാര ശരീരവും ഇതൊക്കെയാണ്. ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മൃഗങ്ങളൊക്കെ ആ കാലടി ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോകും പേടിച്ചിട്ട്. കാരണം എന്താ, മൃഗങ്ങളേനൊക്കെ പച്ചയ്ക്ക് പിടിച്ച് തിന്ന് അങ്ങനെ നടന്ന്, ആനയും കുതിരയും ഒന്നുമില്ല, ഒക്കെ എല്ലാതും തുല്യമാണ്. ഒരു ആനേനെയും പിടിച്ചിട്ട് കഴുത്തിലേട്ടും കൊണ്ട് നടക്കും. അങ്ങനെ മൃഗങ്ങളെ പച്ചയ്ക്ക് തിന്നുന്ന ഒരു രാക്ഷസനാണ്. അങ്ങനെ ഒരു രാക്ഷസൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ മൃഗങ്ങളെയൊന്നും കിട്ടിയില്ല. കാരണം എന്താ, ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് മൂക്ക് വാസന ഒക്കെ കേട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിനാഭാഗത്തേക്ക് വരില്ല. അപ്പം ഈ രാക്ഷസന് ഒന്നും കിട്ടാണ്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർ വരുന്ന കണ്ടോടുകൂടി ആ വാസന കണ്ടാൽ ഇത് രാക്ഷസൻ വരികയാണെന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ ഓടി ഒളിക്കാൻ തുടങ്ങും. അപ്പോൾ ഒന്നും കിട്ടാതെ ചെയ്യേ. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ അപ്പോഴാണ് എന്തൊക്കെയോ ഒരു സ്ഥലം അങ്ങനെ കേൾക്കാനുണ്ട്. ഓം നമോ നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്നിങ്ങനെ കേൾക്കാനുണ്ട്. അപ്പോൾ ഇത് എവിടുന്നാണ് കേൾക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ചെവിയിലേക്ക് ഇങ്ങനെ കേട്ടു. ആ ചെവിയിലേക്ക് കേട്ടതോട് കൂടിയിട്ട് ആ വഴിക്ക് പോയി. കുറേ ദൂരം ചെന്ന് നോക്കുമ്പോണ്ട് കുറേ ഒരു താപസന്മാരിരുന്നിട്ട്, എല്ലുതോലുമായിട്ടുള്ള താപസന്മാരിരുന്നിട്ട് അവരാണ് ഓം നമ ശിവായ, ഓം നമ ശിവായ ചൊല്ലണത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇവരേനെ തിന്നാം എന്ന് വിചാരിച്ചു. പക്ഷേ അവരെ നോക്കുമ്പോൾ എന്താ ഒക്കെ എല്ലും തോലാണ്, ഒന്നും തിന്നാൻ ഒന്നും കിട്ടാനില്ല, ഒരു രക്തം പോലും ഇല്ല. അങ്ങനെയുള്ള താപസന്മാരാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇനി ഇവർ നീക്കട്ടെ, നല്ല ഒരു ലയമുണ്ട് ഇത് കേൾക്കാൻ എന്ന് വിചാരിച്ചിട്ട് ചെവികളുടെ പ്രാധാന്യം പറയുന്നത്. ആ ചെവി
അവർ കേൾക്കണതെന്തോന്നും അറിയില്ല. ചെവിയിൽ എന്താ കേൾക്കണത്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇവർ നീക്കുന്നുണ്ടോ? ഇല്ല. ഇവർ ഈ രാക്ഷസൻ വന്നപ്പോൾ നീച്ചു പോയോ? അതുമില്ല. അവരതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അവിടെ നിന്നും കുറേ ശബ്ദിച്ച് നോക്കി, കാലുകൊണ്ട് തമ്മിച്ചു. യാതൊരു ശബ്ദവും വരുന്നില്ല, ആരും ഒരു നീക്കണ പോലുമില്ല. അപ്പം ഇങ്ങനെ വിചാരിച്ചു, എന്നാൽ ഇനിയിപ്പോൾ അത് നല്ല രസമുണ്ടല്ലോ, എന്നാൽ ഞാനും ഒന്ന് ചൊല്ലിക്കളയാം എന്നുള്ളതിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ പറഞ്ഞിട്ട് ഓരോ അടി വയ്ക്കുമ്പോൾ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ അങ്ങനെ അടിയടിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദൂരം നടന്ന് നോക്കുമ്പോൾ അതൊരു ലയായി, ഒരു താളബോധം വന്നു. ആ താളബോധം വന്നപ്പോൾ ഓ നമ ശിവായ, ഓ നമ ശിവായ എന്ന് ചെല്ലലും നടത്തമായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോവാതെ, ആരും ഒന്ന് ഉപദ്രവിക്കണമില്ല, ഒന്നും ചെയ്യണില്ല. ഈ പരബ്രഹ്മ നാമങ്ങളും അല്ലെങ്കിൽ ആ ഭാവത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും പിടിച്ച് തിന്നാൻ ബാധിക്കുമോ? രക്തം കുടിക്കാൻ പറ്റുമോ? മാംസം കഴിക്കാൻ പറ്റുമോ? ഒന്നും കഴിക്കാൻ പറ്റില്ല. ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ നടന്നു പോവാം. ഓം നമ ശിവായ, ഓം നമ ശിവായ ഇങ്ങനെ ചെല്ലി പോവല് മാത്രം. അങ്ങനെ യോഗുമ്പോൾ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഭാവദേവരെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ മൃഗങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹത്തോട് കൂടി നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെന്താ ഈ ഒരു ഭാവം? എന്തായാലും പോട്ടെ, ഇത് ചെല്ലാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെല്ലി അപ്പോഴാണ് കുറേശ്ശെ വിശപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നും കഴിച്ചിട്ട് ശീലമില്ലല്ലോ. അപ്പോൾ ഈ ഒരു മൃഗങ്ങളെയൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും തിന്നാൻ തോന്നണമില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചെടി ഇങ്ങോട്ട് വെറുതെ പറിച്ച് നോക്കി. ചെറി പറിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കിഴങ്ങ് അത് കടിച്ചു മുറിച്ച് തിന്നു. പക്ഷെ കടിച്ചു മുറിച്ച് തിന്നപ്പോൾ പണ്ട് മാംസം തിന്നായിരുന്ന മാതിരി ഒരു സ്വാദും മധുരമൊക്കെ ഉണ്ട്. അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ വീണ്ടും ആ താപസന്മാരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ തിരിച്ചെത്തിയപ്പോൾ അവരൊക്കെ യാഗം മതിയാക്കി അവിടുത്തെ സംഭവം കഴിഞ്ഞിട്ട് അവരൊക്കെ പോവാൻ നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? അവർ പോവാൻ നിൽക്കുകയാണ് എന്നുള്ളത് അറിഞ്ഞിട്ടല്ല, ആ മഹർഷിമാർ ഒപ്പം ഇരുന്നിട്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ എന്നങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇരുന്ന് മുനിമാരൊക്കെ പോയി, ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് ചെല്ലാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ആ മനസ്ഥിതി കൊണ്ട് ഭഗവാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റാതെയായി. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ശിവനോട് പറഞ്ഞു, എനിക്ക് മുക്തി വേണം എന്ന് പറഞ്ഞു. ഈ മുക്തി വേണമെന്നൊക്കെ ഒരു രാക്ഷസൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് കൊടുക്കുക? ഈ നാമം ചെല്ലിയിട്ട് ആ ഭഗവത് സ്മരണ ഉള്ളിലുണ്ടതുകൊണ്ടാണ് അവന് ചോദിക്കാൻ തോന്നിയത്, ആ മുക്തിനെ ചോദിക്കാൻ തോന്നിയത്. പക്ഷെ ആ മുക്തി എങ്ങനെ ഭഗവാൻ കൊടുക്കും? ദേവര ദുഷ്ടത്തരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവൻ്റെ കർമ്മങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ മുക്തി കൊടുക്കും? അപ്പോൾ ഭഗവാൻ ശിവനെയല്ലേ പ്രാർത്ഥിച്ചത്, ഓം നമ ശിവായ ചൊല്ലിയിട്ട്. അപ്പോൾ പരമശിവനല്ലേ വന്നത്. അപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു? ഇത് എനിക്ക് മുക്തി തരാൻ ഇപ്പോൾ പറ്റില്ല, അതുകൊണ്ട് മുക്തി തരാൻ പറ്റിയ വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാനാ തെറ്റുക എന്ന് പറഞ്ഞു. ഭഗവാൻ ഇപ്പോൾ എവിടെയുള്ളത്? ഭഗവാൻ വൈകുണ്ഠത്തിലുണ്ടാവും. ദ്വാരകയിലുണ്ട്, വൈകുണ്ഠത്തിലില്ല, ദ്വാരകയിലുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ദ്വാരക ഒന്നും വേണ്ടിയില്ല, ഭഗവാനെ വന്നിക്ക് യാതൊന്നും ചെയ്യാണ്ട് ദ്വാരകയിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ദ്വാരകയിൽ ചെന്നു. ദ്വാരകയിലാണ് നോക്കുമ്പോൾ ഭഗവാൻ അവിടെ ഇല്ല. ഇത് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഭഗവാനല്ലേ, ഭഗവാൻ മാറി നിന്നോ. അതോട് കൂടിയിട്ട് വരുന്നത് കണ്ടോട് കൂടിയിട്ട് ദ്വാരകാവാസികളൊക്കെ പേടിച്ചു. ഇതെന്താ പത് കഥ, ഒരു രാക്ഷസൻ വരുന്നത് എന്ന് വിചാരിച്ചു നിന്നു. അപ്പം നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടി ചെന്നിട്ട് ബലരാമനോട് പറഞ്ഞു, ബലരാമസ്വാമി ഒരു രാക്ഷസൻ വരുന്നുണ്ട്, എന്തിനാ അറിയില്ല, നമ്മളെ ഉപദ്രവിക്കാനും അറിയില്ല, എന്താണെന്ന് ചോദിച്ചു നോക്കും പറഞ്ഞു. അങ്ങനെ ബലരാമസ്വാമി ചെന്നിട്ട് ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഭഗവാനാണോ ചോദിച്ചു. അല്ല, ഞാൻ ഭഗവാന്റെ ഏട്ടനാണ്, എനിക്ക് ഭഗവാനെയാണ് കാണേണ്ടത്. അപ്പോൾ ഭഗവാൻ എവിടെ? അപ്പോൾ പറഞ്ഞു, ഭഗവാൻ ഇപ്പോൾ കൈലാസത്തേക്ക് പോയതാ. എന്തിന്? കൈലാസത്തിലോ? എന്തിനാ പോയത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് കുറേ ആയി, അപ്പോൾ കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈലാസത്തേക്ക് പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു, തന്നോട് ഭഗവാൻ പറഞ്ഞത് എന്താ? ശ്രീപരമേശ്വരൻ പറഞ്ഞു ദ്വാരകയിൽ പോയിട്ട് ഭഗവാനെ കാണാൻ. ഭഗവാനാണെങ്കിലോ ഇവിടുന്ന് ഇതാ പോയിട്ട് കൈലാസത്ത് പോയിരിക്കണം. ഇതിപ്പോൾ എന്താ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഓം നമ ശിവായ, വേറെ ഒന്നും കേൾക്കാമെന്ന് വൃത്തിയില്ല. അങ്ങനെ
ഒരു വലിയ മണി കെട്ടി തൂക്കിയെന്നാണ് കാതിൽ. ആ കാതിലുള്ള മണിയുടെ ഇതുകൊണ്ട് അത് വേറെ എന്തെങ്കിലും ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവി ഒന്നും ഇങ്ങനെ ഉണ്ടാക്കുക പണയാന്ന് മാത്രമേ കേൾക്കുള്ളൂ. അവസാനം അങ്ങനെ പേര് ഘണ്ടാകർണൻ എന്ന്, ചെവിയിൽ വലിയ മണിയുള്ള ആൾ ഘണ്ടാകർണൻ എന്നുള്ള പേര് വന്നു എന്നാണ്. അങ്ങനെ പോയിട്ട് എവിടെയാണ് ഭഗവാൻ എവിടെ ഉണ്ടാവുക, കൈലാസം എവിടേക്കാണ് പോവുക എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഭഗവാനെ ചോദിച്ച് നടക്കുക. അപ്പോൾ പറഞ്ഞു ബദരിയിലുണ്ട്. ഇപ്പോൾ ബദരിയിൽ ശ്രീകൃഷ്ണൻ ബദരിയിലുണ്ട്, നരനാരായണനായിട്ടുണ്ട്, അവിടെ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്താ മുനിമാരൊക്കെ അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ഓം നമോ. അപ്പോൾ മാറ്റി എല്ലാവരും പറഞ്ഞു ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ദ്വൈതങ്ങൾ പറ്റില്ല, ഓരോന്നേ പറ്റുള്ളൂ. ഭഗവാനും പരമേശ്വരനും ശിവനും നാരായണനും ഒക്കെ ഒന്നാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെയോ, എന്നാൽ ഓം നമോ നാരായണ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഓം നമോ നാരായണായ ചൊല്ലി, അങ്ങനെ ചൊല്ലി അവസാനം മഞ്ഞുകാലം വന്നു, ആൾക്കാരെല്ലാവരും പോയി. പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്ന് വീണ്ടും ചൊല്ലി തന്നെയാണ്, ഒന്നും അറിയുന്നതേ ഇല്ല. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ നരനാരായണന്മാരായിട്ട് ഞാൻ ദ്വാരകയിലേക്ക് പോണ സമയത്ത്, ദ്വാരകയിൽ നിന്ന് ഞാൻ വൈകുണ്ഠത്തേക്ക് പോണ സമയത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ സ്വശരീരത്തോടു കൂടി അല്ലെങ്കിലും കൂടെ ഭഗവാൻ ആ ചൈതന്യം ഭഗവാനിൽ ലയിച്ചു എന്നാണ്. പക്ഷേ ഇന്നും ബദരിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കർണം അവിടെ തൂക്കിയിട്ടുണ്ട്, അതുമിൽ തൊട്ടിട്ടാണ് നമ്മളകത്തേക്ക് കിടക്കുക. അത് ഇന്നും ഒരു സാക്ഷിഭൂതമായിട്ടുണ്ട്. അത്രയും പ്രാധാന്യങ്ങൾ നാമത്തിനും അത് മനസ്സിൽ നമ്മളാക്കുന്നവർക്കും ഉണ്ട് എന്നുള്ളത് പറയുന്ന ഇതാണത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതതിനെയാണ് പറയുന്നത്, കർണങ്ങൾ കൊണ്ട് കേൾക്കണം, ചെവി കൊണ്ട് നമ്മൾ ഭാഗവത കഥകൾ അല്ലെങ്കിൽ രാമനാമങ്ങൾ അല്ലെങ്കിൽ ഭഗവത് കീർത്തനങ്ങൾ കേട്ടിട്ട് ആ പാദത്തിലേക്ക് എത്തണം. എന്നിട്ട് ഇവിടെ നളകൂപരന്മാരും മരങ്ങളായിട്ട് നിന്നിട്ടുള്ള നളകൂപരന്മാർ പ്രാർത്ഥിച്ചത് എന്താ? കണ്ണെന്തിനു തന്നു ഭഗവാൻ ഭഗവത് രൂപം ദർശിക്കാൻ, കാതെന്തിനു തന്നു ഭഗവാൻ ഭഗവത് നാമം ചൊല്ലാൻ, പിന്നെയോ കേട്ടാൻ, കൈയെന്തിനാ തന്നത് ഭഗവനെ അർച്ചന ചെയ്യാൻ, കാലെന്തിനാ ഭഗവത് ക്ഷേത്രങ്ങളിലെത്താൻ. എന്തിനാ ഈ ഭഗവത് ക്ഷേത്രങ്ങളിലെത്തണത്? വർത്തമാനം പറയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർത്തമാനം, ഇത്ര ദിവസമായി വന്നിട്ട് ഇത്ര ദിവസമായി കണ്ടിട്ട് എന്നുള്ള വർത്തമാനം അറിയാനല്ല. പാദങ്ങളെത്തിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകണത് എന്തിനാ? ആ ഭഗവത് സ്വരൂപത്തിനെ കണ്ട് അതിനെ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്ന് നാമം ചൊല്ലിയാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ വീട്ടിലിരുന്ന് നാമം ചൊല്ലിയാൽ പല ചിന്തകൾ നമ്മൾക്ക് വന്ന് അങ്ങനെ ഇരിക്കും. പക്ഷെ അതേസമയം അമ്പലത്തിൽ വന്നിട്ട് ആ തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആ രൂപം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അതല്ലേ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ച് തൊഴും. കണ്ണടയ്ക്കുമ്പോൾ എന്താ? ആ രൂപം നമ്മളുടെ മനസ്സിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ആ പതിക്കുന്ന സമയത്ത് അതവിടെ അടഞ്ഞിരിക്കും. അതാണ് നമ്മൾ തൊഴുന്ന നമ്മൾ പറയാറില്ലേ, തൊഴുന്ന സമയത്ത് തൊഴുത് ഇങ്ങനെയുണ്ട് ഒന്ന് തൊഴുത് നോക്കി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം കണ്ണടിച്ച് നമ്മൾ തല താത്തണം. ആ ഭഗവാനെ വന്നിച്ചും കൊണ്ട് ആ രൂപം നമ്മളുടെ മനസ്സിൽ ആക്കുകയാണ് ചെയ്യുന്നത്. അതിനാവണം നമ്മളുടെ മനസ്സ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ അങ്ങോട്ട് സ്തുതിച്ചു. ആ സ്തുതി അങ്ങോട്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്താ ഉണ്ടായത്? തൽപാദ പാംസുതീർത്ഥങ്ങളേൽക്കണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ. എൻ്റെ ശരീരത്തിൽ അങ്ങയുടെ തീർത്ഥങ്ങൾ എനിക്ക് ധരിക്കാൻ പറ്റണം. നമ്മൾ തീർത്ഥം ധരിക്കാറുണ്ട്. തീർത്ഥം കയ്യിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ തലയിലേക്ക് നമ്മൾ അംഗങ്ങളിലൊക്കെ വയ്ക്കും. അതെന്തിനാ? ആ അംഗങ്ങളിൽ വയ്ക്കുമ്പോൾ ആ ഭഗവത് സ്വരൂപം അല്ലെങ്കിൽ ആ ഭഗവത് മഹിമ നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഉണ്ടാവണമെന്ന് സുഗ്രീവൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെയോ ഭക്ത്യ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാം ഗംഗൊണ്ടോ നിത്യം ഭവൽപദം. തല എന്തിനുള്ളതാ? ഭഗവാനെ സ്മരിക്കാനും ഭഗവാനെ നമസ്കരിക്കാനും ഉള്ളതാണ്. അതിനുള്ളതായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഗംഭീര സ്തുതിയാണ് ഭഗവാനെ കണ്ടോടത്തോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് സ്തുതിച്ച് ഭഗവത് പാർഷദനാക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഇവിടെ സഖ്യം ചെയ്തത് എന്തിനാ? സഖ്യം ചെയ്തത് എന്താ? ഭഗവാൻ സുഗ്രീവന് രാജ്യം കൊടുക്കും
സീതാദേവീനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കും എന്നാണ്. അത് യാഥാർത്ഥ്യമാവണം. ഇവിടെ അങ്ങയുടെ പാദങ്ങൾ നമസ്കരിക്കുകയാണ് ഞാൻ ചെയ്യണത്, എനിക്ക് യാതൊന്നും വേണ്ട, രാജ്യവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സുഗ്രീവൻ തപസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോകണമെങ്കിൽ രാമഭാഷിതം സത്യമില്ല. രാമഭാഷിതം എപ്പോഴും സത്യപ്രദമാണത്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ധർമ്മം രക്ഷിക്കാൻ ഈ തൻ്റെ ഭക്തനായണെങ്കിലും കൂടി ആലിംഗനം ചെയ്തിട്ട് ആ മായാബന്ധത്തിലുണ്ട് മുഴുക്കി. ആ മായാബന്ധം വിടാൻ വേണ്ടിയിട്ടാണ് ദേവനുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും കൂടി ആ കാര്യസാധ്യത്തിന് വേണ്ടി ആ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മായാബന്ധത്തിൽ മുക്കി. എന്നിട്ട് പിന്നെ കാര്യങ്ങൾ മുഴുവനും ഇനി ഇതേവരെ യാതൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭഗവാൻ ആ സുഗ്രീവൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ബാലി സുഗ്രീവ യുദ്ധത്തിന് എങ്ങനെയുണ്ടാണ് യുദ്ധത്തിന് പറയുന്നുണ്ട്. ബാലി സുഗ്രീവ യുദ്ധം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇനി അത് ഉണ്ടാവില്ല, ഇനി അത് നമ്മൾ കാണൂല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാലി സുഗ്രീവനുമാരായിട്ടുള്ള യുദ്ധം അതിൽ രണ്ടുപേരും കൂടി ഭഗവാൻ പറയുകയാണ് ഇനി ബാലിനെ ചെന്നിട്ട് യുദ്ധത്തിന് വിളിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ യുദ്ധത്തിന് ചെന്ന് വിളിച്ചു. ആ മായാബന്ധത്തിൽ വീണ് കഴിഞ്ഞു. ഇനി അതിൽ കൂടെ പോവല്ലാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ ചെന്നിട്ട് യുദ്ധത്തിന് വിളിച്ചപ്പോൾ ബാലി പറഞ്ഞു, ബാലി യുദ്ധത്തിനങ്ങോട്ട് ഓടി വന്ന് രണ്ടുപേരും കൂടിയുള്ള യുദ്ധം ഗംഭീരമാണ്. യുദ്ധവർണ്ണനയൊക്കെ ഉണ്ടായില്ല. യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തന്തി വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യുദ്ധത്തോട് കൂടിയിട്ട് മർക്കടന്മാരെങ്ങനെ യുദ്ധം ചെയ്യുക, കയ്യോണ്ട് കടിച്ചിട്ട് ആ യുദ്ധം യുദ്ധകാണ്ഡത്തിലും കാണാം നമുക്ക് അതേമാതിരി യുദ്ധം ചെയ്യുന്നത്. അതേമാതിരി ബാലി സുഗ്രീവനും കൂടി ജ്യേഷ്ഠാനുജന്മാർ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ആരാണ് മരം മറഞ്ഞ് നിന്നിട്ടാണ് യുദ്ധം അമ്പ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആരാണ് ബാലി ആരാ സുഗ്രീവൻ എന്നുള്ളത് മനസ്സിലാവണില്ല, ആരേനെയാണ് എന്നുള്ളത്. രണ്ടുപേരും ഒരേ മാതിരിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പറയണം എനിക്കൊരു എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്യാനാണെങ്കിൽ ആരേനെയാണ് യുദ്ധം ചെയ്യുന്നത് കൊല്ലേണ്ടത് എന്നുള്ള ധാരണയിൽ ഇങ്ങനെ മനസ്സിലാവണില്ല പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പറയാണ് അന്നത്തെ ഇത് മനസ്സിലായി പേടിച്ച് തിരിച്ചോടി വന്നു. എന്നിട്ട് സുഗ്രീവൻ അതേവരെ സ്തുതിച്ച ഭഗവാനോട് പറയാണ് എന്നെ ബാലിനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഓടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരുഷ വാക്കുകൾ പറയുക. മായാബന്ധത്തിൽ എപ്പോൾ പെട്ടുവോ അല്ലെങ്കിൽ മായയ്ക്ക് അധീനായോ പരുഷ വാക്കുകളും പരുഷമായിട്ടുള്ള സ്വഭാവങ്ങളും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അതേവരെ ആ നല്ല നാവുകൊണ്ട് എന്താ പറഞ്ഞത്, ഭഗവാനല്ലാണ്ട് എനിക്ക് ആരുമില്ല, ഭഗവാന് പാദത്തിൽ വീണ് നമസ്കരിക്കണോ അതൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ കൈ അതിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള സുഗ്രീവൻ എന്താ പറയുന്നത്, എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ യുദ്ധത്തിന് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള പരുഷ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറയാണ് നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആരാണ് ബാലി ആരാ സുഗ്രീവൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ് അമ്പ ചെയ്താതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം യുദ്ധത്തിന് വിളിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ബാലിക്ക് അച്ഛൻ കൊടുത്തൊരു മാല ഉണ്ട്. അപ്പോൾ ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണന് ഒരു മാല സുഗ്രീവനും കൊടുക്കും. അപ്പോൾ ആ സുഗ്രീവൻ കൊടുത്ത മാല കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഏതാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ രക്ഷിച്ചോളാം, ബാലിനെ കൊന്നോളാം എന്നുള്ള ഉറപ്പ് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം യുദ്ധത്തിന് വിളിക്കാൻ പോവാം. ആ യുദ്ധത്തിന് വിളിച്ചതോട് കൂടിയിട്ട് ബാലി യുദ്ധത്തിന് പോരാൻ തുടങ്ങുക, കച്ച കിട്ടുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞിട്ട് പറയാണ് അതെ ഇപ്പോൾ യുദ്ധത്തിന് പോകേണ്ട സമയമല്ല, അനിയനായിട്ട് നമ്മൾ ഇപ്പോൾ താരതമ്യം ഒരു സാരസ്യത്തിലിരിക്കൂ, അതാണ് വേണ്ടത്. അവനൊരു പുതിയ ബന്ധു വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അങ്കദൻ കാട്ടിലേക്ക് വേട്ടയാടാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീരാമദേവനും ലക്ഷ്മണനും വന്നിട്ടുണ്ട്, അവരായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ട്, അങ്ങയെ കൊന്ന് കിഷ്കിന്ധ തിരിച്ചു കൊടുക്കാം എന്നൊക്കെ സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പറയണ്ടായി. അതുകൊണ്ട്
പിന്നെ അങ്ങിപ്പോൾ യുദ്ധത്തിന് പോകരുത്, അതാണ് വേണ്ടതെന്ന് പറയുക. അപ്പോൾ പറഞ്ഞു ഞാനൊരു വീരനാണ്, എനിക്ക് അഹങ്കാരം കൊണ്ട് പറയണത്. കാരണം എന്താ വെച്ചാൽ ആര് യുദ്ധം ചെയ്താൽ അതിലാണ് ബാലിയുടെ കഴിവ് കിടക്കുന്നത്. ആരോട് യുദ്ധം ചെയ്താലും ഇപ്പോൾ ശ്രീരാമനോടായാലും നേരിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ്റെ പകുതി ശക്തി ഇങ്ങോട്ട് കിട്ടും, പിന്നെ ശ്രീരാമനും കൊല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ബാലി പറയുന്നത് ഞാൻ യുദ്ധത്തിന് പോവും, എനിക്ക് യാതൊരു പേടിയില്ല. ഇനിയിപ്പോൾ അഥവാ സുഗ്രീവൻ പിന്നെ കൊല്ലുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ശ്രീരാമന് ഞാൻ പിടിച്ചു കൊണ്ടുവരും, എനിക്കാണ് ശ്രീരാമനെ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഞാനാണ് ശ്രീരാമഭക്തൻ എന്നുള്ളത് ഞാൻ തെളിയിക്കും. ഞാനൊരു വാക്ക് രാവണനോട് പറഞ്ഞാൽ മതി, രാവണൻ ഇവിടെ കൊണ്ടുവന്ന് തരും, അത്രയ്ക്ക് ശക്തിമാനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുകയാണ്. ശ്രീരാമചന്ദ്രനെ ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷേ ഒരു യുദ്ധവീരനായിട്ടുള്ള ഞാൻ യുദ്ധം ചെയ്യാതെ ഒരു ഭീരുവിനെ പോലെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അഥവാ യുദ്ധം ചെയ്തിട്ട് ശ്രീരാമൻ എന്നെ വധിക്കുകയാണെങ്കിലോ ആ പാദത്തിൽ ഞാൻ എത്തും, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പിന്നെ അണുപെണ്ണ് കെട്ടവനായിട്ട് നമ്മൾ മലയാളത്തിൽ പറയും, അതേമാതിരി ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനൊരു യോദ്ധാവാണ്, ഞാനൊരു ധൈര്യശാലിയാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ ഇവിടെ പിന്നെ കുട്ടീനെ നോക്കിയിട്ട് മകനായുള്ള അങ്കദനെ നോക്കിയിട്ട് ഇരുന്നോളൂ, ഒന്നും സംഭവിക്കില്ല, ഞാൻ ശ്രീരാമന് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോണത്. അങ്ങനെ യുദ്ധത്തിന് പോയി രണ്ടുപേരും കൂടിയുള്ള യുദ്ധം കേമായിട്ടാണ് ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കാണണം, കഥകളിയിലൊക്കെ കാണണം, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ എത്ര കണ്ടാലും എടുക്കില്ല നമ്മൾക്ക്. അതേമാതിരിയാണ് ഇതൊക്കെ വായിച്ചു നിൽക്കുമ്പോൾ നമ്മളെ മുന്നിലിങ്ങനെ കാണുകയാണ്. അതൊക്കെ നമ്മളുടെ ഭാവനയിൽ കാണും ആ യുദ്ധങ്ങൾ എങ്ങനെയാണ് മറിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നതും രണ്ടുപേരും തമ്മിൽ അടിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ഭാവനയിൽ നമ്മൾ കണ്ടും കൊണ്ട് നമ്മളത് വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയൊക്കെ പിന്നെ യുദ്ധത്തിനെ വർണ്ണിക്കാൻ പറ്റുമോ എന്ന് തോന്നും. ഇത്രയും നയനാത്മകമായിട്ട് അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ കണ്ടും കൊണ്ട് ആണ് വർണ്ണിക്കണത്. അതാണ് പറയുന്നത്, നമ്മൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് ഇതിലുണ്ട്. ഒരാൾക്കിപ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ പറയാറില്ലേ, അത് അല്ല അടി ഇടിയൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതേമാതിരി രാമായണത്തിലും അങ്ങനെ തന്നെയാണ്, എനിക്ക് ഇങ്ങനെയുള്ളത് വായിക്കാനൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് വായിക്കാം. അത് വായിച്ചാലും എന്താ അതിലും രാമ എന്നുള്ളതല്ലാണ്ട് ഒന്നുമില്ല, അപ്പോഴും ആ രാമപാദത്തിലെത്തും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അതേമാതിരി ഒരാൾക്ക് സുന്ദരകാന്ഡം വായിക്കാനാണ് നാവിന് പ്രാധാന്യം കൊടുത്തിട്ട്. സുന്ദരകാന്ഡം എങ്ങനെയോ, സുന്ദരകാന്ഡത്തിന് നാവിനാണ് പ്രാധാന്യം കൂടുതൽ. നാവ് എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നർത്ഥം, മർക്കടൻ എന്നർത്ഥം, നമ്മളുടെ നാവിനർത്ഥം ഒക്കെ പല അർത്ഥങ്ങളുണ്ട് ഒരു വാക്കിന്. അതേമാതിരി സുന്ദരൻ എന്ന് പറഞ്ഞാലും പിന്നെ മർക്കടൻ കുരങ്ങൻ എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയുള്ള ആ സുന്ദരകാന്ഡം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, നാവിന് മലയാള പദങ്ങളൊക്കെ യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയും. സുന്ദരകാന്ഡം സുന്ദരമായിട്ട് വായിച്ചവർക്ക് മലയാളത്തിന് പ്രശ്നം ഉണ്ടാവില്ല എന്നറിയും. അതേമാതിരി അതാണ് പറയുന്നത്, അധ്യാത്മരാമായണം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും, ഏത് തട്ടിലുള്ള ആൾക്കും, ഏത് ഉയർന്ന ആൾക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അക്ഷരം വായിക്കാൻ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ, ആ കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ആദ്യത്തെ രാമ 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 നാരായണ 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 എന്നുള്ളത് വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ രാമനും നാരായണനും ഉള്ളിലുണ്ടായിരിക്കും, സംശയമൊന്നുമില്ല. അത് നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ ചെറിയ കുട്ടികളെ നമ്മളെ മടിയിലിരുത്തിയിട്ട് അല്ലെങ്കിൽ നാമം ചൊല്ലിക്കൊടുക്കുക. അതേമാതിരി നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൂ. നമ്മൾക്കൊക്കെ രാമ 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 ചൊല്ലണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അത് ആ മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അപ്പോഴേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറയും. കാരണം എന്താ, മറ്റുള്ളവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ചെറിയ കുട്ടികളെ നമ്മൾ ഇതിലേക്ക് ഉയർത്തി കൊണ്ടുവരണം. ഇന്നുള്ള കുട്ടികൾക്ക് എന്താ സാധാരണ രീതിയിൽ ഇങ്ങനെ നോക്കൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കുന്നത് പഠിക്കാന്നല്ലാതെ അവർക്ക് ജീവിത തത്വങ്ങളോ അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം എന്താണോ എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കണില്ല. അവരെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു
പ്രൊഫഷണൽ ഒരു ഫീൽഡിലേക്കുള്ള ആളാക്കാനേ മാറ്റണുള്ളൂ. പക്ഷെ ആ പ്രൊഫഷണൽ ഫീൽഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് അടിത്തറ വേണം. അടിത്തറ എന്തേ ഉള്ളൂ? ആ ഒരു ആധ്യാത്മികത അടിത്തറയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉയരത്തിലെത്തിയാലും അതിനൊരു മാറ്റം വരില്ല. ആ അടിത്തറ നന്നായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി കോണി ചാരണത് ബലമുള്ളതിലേക്ക് ചാരണം കോണി, അല്ലാണ്ട് കോണി ചാരി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രാമായണം വായിക്കാമെന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും വായിച്ചു, അത്രയേ ഉള്ളൂ. അതുപോരാ. നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ രാമപാദം വെച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്തായി, മനസ്സിനെ നമ്മൾ ആ കോണിയായിട്ട് സങ്കല്പിച്ചിട്ട് ആ ഭഗവത് ചൈതന്യത്തിലേക്ക് വെക്കുമ്പോൾ നമ്മൾ എത്ര ഉയരത്തേക്ക് കയറിപ്പോയാലും ആ ലക്ഷ്യത്തിലെത്തും. ആ ലക്ഷ്യബോധം, നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ആ ലക്ഷ്യബോധം നമ്മളുടെ മനസ്സിൽ അടിയറച്ചുണ്ടാവണം, അടിത്തറ പാകാവണം. ആ അങ്ങനെ അടിത്തറ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. എന്നാലേ നമുക്കിപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ രാമായണം വായിക്കാനൊന്നും അത്ര അറിഞ്ഞിട്ടൊന്നുമില്ല, രാമായണം വായിക്കാൻ തന്നെ അറിയില്ല. പക്ഷെ പല വീടുകളിലും രാമായണം വായിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ വീടുകളിലും. അപ്പോൾ അതാ അവിടെ ഒരു തൊട്ടടുത്തൊരു വീടുണ്ട്, ഇവിടെ മൂർക്കനാട് തൊട്ടടുത്ത്. അവർ പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, പപ്പട ചിട്ടിയന്മാരെന്ന് പറയും അവിടെയൊക്കെ. അവർ പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ വൈകുന്നേരം അവരുടെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ, പപ്പടം വിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തിനുള്ളത് ഉണ്ടാക്കണം, അത് ഇടിച്ചുണ്ടാക്കണം, അതൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞാലും രാത്രി ഭക്ഷണം കഴിക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നിലവിളക്കിൽ എണ്ണ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ വേറെ വിളക്ക് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ആ വിളക്കിൻ്റെ നാളത്തിലും കൂടി ഒരു 10 വരി വായിച്ചല്ലാണ്ട് ഒരു കിടക്കില്ല. ഇന്ന് അവരൊക്കെ എത്ര നല്ല സ്ഥിതിയിലാണെന്നറിയോ. അവർക്ക് പപ്പടവും വെച്ചിട്ടും വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും നല്ല സ്ഥിതിയിലാണ്. അവരുടെ മക്കൾ തന്നെ പറയും, ഞങ്ങളേനെ ഇങ്ങനെ പഠിപ്പിച്ചത് അച്ഛനും അമ്മയാണ് എന്ന് പറയും. അതുകൊണ്ടുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നതെന്ന് പറയും. അത് നമ്മൾക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ കുട്ടികളേനെ, നമ്മളുടെ കുട്ടികളായാലും ഏത് കുട്ടികളായാലും അവരേക്ക് ആ ഒരു ജ്ഞാനം നമ്മൾ കൊടുത്തും കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മളുടെ കടമ നമ്മൾ നിർവഹിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനായിരിക്കണം നമ്മളുടെ ഈ രാമായണ മാസവും അതേമാതിരി രാമായണ നാമങ്ങളും നമുക്ക് അതിന് വിനിയോഗിക്കാനാണ് സാധിക്കേണ്ടത്. അതേമാതിരി ഇവിടെ ബാലി പറയാണ്, ഞാൻ ശ്രീരാമദേവനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോയിട്ട് അവനെ ഒഴിവാക്കിയിട്ട് ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് പറയണാണ്. അപ്പോൾ എന്നിട്ട് പറയണ അഹങ്കാരം കൊണ്ടാണ് പറയണത്. ഞാൻ അരനാഴികം കൊണ്ട് ലങ്കാപുരത്തെ ദഹിപ്പിച്ച് രാക്ഷസ രാജനായിട്ടുള്ള രാവണന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും. എന്നിട്ട് നിന്നോട് ശ്രീരാമേന്ദ്രനോട് പറയുക, അത്ര വരെ എനിക്ക് ചെയ്യാൻ സാധിക്കും, പിന്നെ എന്തിനാണ് എന്നെ എങ്ങനെ ഒളിയമ്പ് ചെയ്ത് കൊന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് അവസാനം മാലയുടെ അത് പറയാൻ വിട്ടു. മാല രണ്ടാളുടെ കഴുത്തിൽ മാല ഉണ്ടല്ലോ. അപ്പോൾ സുഗ്രീവൻ്റെ കഴുത്തിലുള്ള ലക്ഷ്മണൻ അണിയിച്ച മാല കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി അത് സുഗ്രീവനാണ് എന്നുള്ളത്. അങ്ങനെ ബാലിനെ ഒളിയമ്പ് ചെയ്തിട്ടാണ് കൊല്ലണത്. ഒളിയമ്പ് ചെയ്ത് കൊല്ലാൻ കാരണം എന്താ? അങ്ങനെ ഇതാണ് നേരത്തെ പറഞ്ഞതാണ്, ബാലിക്ക് നേരിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശക്തി ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ശ്രീരാമചന്ദ്രനാണെങ്കിലും പരമാത്മാവാണെങ്കിലും നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മരത്തിന് മറഞ്ഞു നിന്നിട്ട് യുദ്ധം ചെയ്യുന്നത്. അതും ഒരു ദോഷമാണ്. കാരണം അങ്ങനെയുള്ളൊരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് അപ്പോൾ തിരിച്ചല്ലാണ്ട് കൊല്ലാൻ പറ്റില്ല. എന്ത് പറയുക, എന്നെ അത് കഴിഞ്ഞ് ബാണമേറ്റ് വീണതോട് കൂടിയിട്ട് ബാലി ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെങ്ങനെ അമ്പെയ്ത് കൊന്നത്? ഇതൊരു മനുഷ്യന് തിന്നാൻ പറ്റുന്നത് മാംസം കൂടിയല്ലല്ലോ, ഒരു വാനര മാംസം, പിന്നെ എന്തിനാണ് എന്നെ കൊന്നത്? ഇനിയിപ്പോൾ
എൻ്റെ വിക്രമങ്ങൾ, എൻ്റെ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് അങ്ങക്ക് അറിയണതല്ലേ? ഈ 3 ലോകത്തിൽ എന്നെ അറിയാത്തവരാരാ ഉള്ളത്? എൻ്റെ ബാഹുപരാക്രമം എല്ലാവർക്കും അറിയുന്നതല്ലേ? അതേമാതിരി ഈ എന്ത് പറയണേ, ലങ്കാപുരത്തിനെ അടക്കം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അങ്ങയുടെ മുന്നിൽ വെക്കുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് എന്നെങ്ങനെ കൊന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, നിൻ്റെ അഹങ്കാരം കൊണ്ടും അതേമാതിരി നിന്നിലുള്ള അധർമ്മം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കാരണം എന്താ, ഞാൻ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാണ് സത്യം വച സത്യം ചര, അതാണ് 2 സനാതനത്തിൻ്റെ. ആ സനാതന ധർമ്മം പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ധർമ്മത്തിൽ കൂടെ ചരിക്കാനും സത്യം പറയാനും അതിനു വേണ്ടിയിട്ടാണ്. രണ്ടെണ്ണമാണ് സനാതനത്തിൻ്റെ. അത് രണ്ടും പ്രചരിപ്പിക്കാനാണ് ഞാൻ ഭൂമിയിൽ അവതരിച്ചത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വാക്ക് സത്യമാക്കാനും ധർമ്മം പരിപാലിക്കാനുമാണ് ഞാൻ അങ്ങേ ബാലിനെ വധിച്ചത് എന്ന് പറയുക. എന്നിട്ട് പിന്നെ പറയുക, രാവണനെ നമ്മൾ പറയുകയാണ്, രാവണനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, സീതേനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? സഖ്യമാതിരിയാവും ഉണ്ടാവുക. കാരണം എന്താ, രാവണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവണൻ ബാലിയുടെ അനുയായി മാതിരിയാണ്, സ്വന്തമാണ്. കാരണം എന്താ, ബാലി ഒരിക്കൽ ബാലിയുടെ ബാഹുപരാക്രമം കൊണ്ട് ഒരിക്കൽ 4 സമുദ്രത്തിലും തർപ്പണം ചെയ്യുന്ന സമയത്ത് ചെന്ന് നാരദൻ പറയുന്നുണ്ട്, രാവണനോട് പറയുന്നുണ്ട്, ബാലി ബലവാനാണെന്ന് പറയുന്നുണ്ട്. എന്നേക്കാളും ബലവാനാണോ? എനിക്ക് ചന്ദ്രഹാസമില്ലേ, എൻ്റെ കയ്യിന് നല്ല ശക്തിയില്ലേ, കൈലാസപർവ്വത അമ്മാനുമാടി അയാളല്ലേ ഞാൻ, എന്നേക്കാളും ശക്തി ബാലിക്കുണ്ടോ എന്ന് ചോദിക്കണ്ടേ. ഉണ്ടെന്ന് പറഞ്ഞു. അതുണ്ടാവില്ല. എന്നാ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു സമുദ്രത്തിൽ തർപ്പണം ചെയ്യുന്ന സമയത്ത് വാല് സമുദ്രത്തിൻ്റെ ഉള്ളിലാണ്. രാവണൻ ചെന്ന് വാല് പിടിച്ചു എന്നാണ്. വാല് പിടിച്ചപ്പോൾ എന്തേ വാലുമ്മിൽ എന്തോ കുടുങ്ങിയില്ലോ, എന്തോന്ന് അവ അറിയില്ല. ഒരു ചുറ്റി അത് 2-3 ചുറ്റി. അത് കഴിഞ്ഞിട്ട് ആ രാവണന്, ഇത്രയും ഭാരമുള്ള രാവണനെ വാലും ചുറ്റിയിട്ട് ആ വാലും വെച്ചിട്ട് അടുത്ത സമുദ്രത്തിൽ ചാടി. അങ്ങനെ 4 സമുദ്രത്തിലും സന്ധ്യാവന്ദനം ചെയ്ത് കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കണം, പൂജാദികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അംഗദൻ ചോദിച്ചു, അച്ഛൻ്റെ വാലുമ്മിൽ എന്തോന്നിങ്ങനെ കാണാണ്ടല്ലോ, എന്താ അത്? എൻ്റെ വാലുമ്മിലോ, എന്താ അതെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി നോക്കുമ്പോൾ പറഞ്ഞു, അതേ ഒരു വിചിത്ര ജീവിയാണ്, ഒരു മനുഷ്യൻ്റെ മാതിരിയൊക്കെ ഉണ്ട് കണ്ടാൽ, എന്താ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാല് പൊന്തിച്ച് അടുത്തേക്ക് വെച്ചിട്ട് നോക്കുമ്പോഴാണത് രാവണനാണ്. അപ്പോൾ ചോദിച്ചു, അങ്ങെങ്ങനെ എൻ്റെ വാലുമ്മിൽ വന്നത്? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ, അതെങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാനൊന്നും വയ്യ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പർവ്വതത്തുമ്മിൽ മുഴുവനും അടിച്ച് എല്ലാ സമുദ്രത്തിലും ഉപ്പുള്ള സമുദ്രമല്ലേ, അതിലാണ് കടന്ന് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ സമുദ്രത്തിലും തർപ്പണമൊക്കെ ഓരോ മണിക്കൂറാണ്. അതൊക്കെ ആ സമുദ്രത്തിൽ കടന്ന് ആകെ അവശനായിരുന്നു രാവണൻ. ആ സമയത്താണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ആരാ എന്താ ഒന്നും പറയാനൊന്നും വയ്യ, എനിക്ക് വയ്യേ എന്ന് പറയുക മാത്രമേ ഉള്ളൂ. അപ്പോൾ മോചിപ്പിച്ചപ്പോഴാണ് അത് രാവണന് എങ്ങനെ എൻ്റെ വാലുമ്പിൽ വന്ന് കൂടിയേ? ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിഥി സൽക്കാരമായിട്ട് അവർ ബന്ധുക്കൾ മാതിരി സഖാവായിട്ട് മാറിയെന്നാണ്. ആ രാവണനെയാണ് ഇപ്പോൾ ബാലി പറയുന്നത്. അത്രയും നികൃഷ്ടായിട്ടുള്ള ബാലി പറയണം, അത് ആ രാവണനെ ഞാൻ കൊണ്ടുവന്ന് തരുമല്ലോ, ത്രികൂടപർവ്വതത്തോടെ കൊണ്ടുവന്ന് തരുമല്ലോ, അതിൽ സീതാദേവിനെ ഞാൻ കൊണ്ടുവന്ന് തരുമല്ലോ, ഞാനൊരു വാക്ക് പറയേ വേണ്ടൂ, ഞാൻ കൊണ്ടുവന്ന് തരുമല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വധിച്ചത്, സുഗ്രീവനായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുക. അപ്പോൾ പറയുക അതൊന്നും നിൻ്റെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആ അഹങ്കാരത്തിന് ധർമ്മം രക്ഷിക്കാൻ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ അഹങ്കാരം നശിപ്പിക്കാൻ എനിക്ക് സാധിക്കണം, അതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലണത്. എന്നിട്ട് പറയാം, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി അഥവാ അങ്ങനെ സഖ്യത്തിൽ ഭഗവാനിവിടെ ശ്രീരാമൻ ഭഗവാന് സീതാദേവിനെ കൊണ്ടുവന്ന് കൊടുത്തു വിചാരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവണൻ പറയുക, കുറേ ദിവസമായില്ലേ സീതാദേവിനെ കൊണ്ടുപോയിട്ട്, എനിക്കൊന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥനായിട്ടുള്ള ഭാര്യയ്ക്ക് കൊണ്ടേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല.
അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അല്ലെങ്കിൽ ആ പരമാത്മ സ്വരൂപത്തിന് ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് ചരിക്കുന്ന ആളാണ്. സനാതന സത്യം വച ധർമ്മം ചര, അതേ ഉള്ളൂ അതിന്. ആ ഭഗവാനെയാണ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഇവിടെ പറയുന്നത്. ഇത് ബാലി പറയുക, അങ്ങനെയുള്ള എന്നെ കൊല്ലാൻ എനിക്ക് കൊല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതോ നീള ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതോ ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതോ മറിയാഞ്ഞതുമെടോ. നിന്നെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അധർമ്മം ചെയ്യുന്ന ആൾക്കാരെ വധിച്ച് അവർ ധർമ്മം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ നീ അധർമ്മം ചെയ്തതുകൊണ്ടാണ് നിന്നെ ഞാൻ വധിച്ചത് എന്ന് എന്നിട്ട് പറയാണ്, പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതോ ചേതസീമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ. അങ്ങനെ ഒരു സദാചാരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല നടപടിയല്ല ഈ വക കാര്യങ്ങളൊന്നും. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊന്നത്. നിന്നെ പിന്നെ അതേമാതിരി കാര്യം അറിയാതെ ശിക്ഷിക്കുക ചെയ്തത്. എന്താണ് തൻ്റെ സ്വന്തം അനിയനോട് എന്തിനാണ് അങ്ങനെ അടച്ചു പോകുന്നതെന്നോ അല്ലെങ്കിൽ സുഗ്രീവൻ എന്താ ചെയ്തതെന്നോ ഒന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ, ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെയാണ് ഉപദ്രവിക്കുക മുഴുവൻ ചെയ്തത്. എന്നിട്ട് ആ രാജ്യം മുഴുവനും തൻ്റെ കീഴിൽ വന്നത്. അതുകൊണ്ട് ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടും ഒക്കെയാണ് ഞാൻ ഈ കർമ്മം ചെയ്തത് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി എന്നെ ഞാൻ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാക്ഷാൽ പരമാത്മാവായ ഭഗവാനാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് ബാലിക്ക് ബോധം വന്നു. അങ്ങനെ ആ അമ്പെ പിടിച്ചെടുത്തിട്ട് പറയാണ്, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. അങ്ങനെ സ്തുതിക്കുകയാണ്. സാക്ഷാൽ മഹായോഗിനാമേതുള്ളഭം മോക്ഷപദം തവ ദർശനം ചെയ്വതേ. എനിക്ക് ബാലി സ്തുതിക്കുകയാണ്. പിന്നെ എനിക്ക് അങ്ങയെ കണ്ട് അങ്ങയുടെ പാദത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ സായകമേറ്റിട്ട് മരിക്കാൻ, അങ്ങയച്ചുള്ള ആ സായകമേറ്റിട്ട് ആ രാമദേവനെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചില്ലേ? അതല്ലേ എനിക്ക് മോക്ഷത്തിന് ആധാരമായിട്ടുള്ളത്. അതെനിക്ക് കിട്ടിയില്ലോ. ഇതിലും ഭേദം എനിക്ക് വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് എൻ്റെ ജീവന് മോക്ഷം കിട്ടിയില്ലോ എന്ന് പറയണം. എന്നിട്ട് പിന്നെയും പറയുന്നത് രാമമാഹാത്മ്യം തന്നെയാണ്. അന്ന് ആലോചിച്ച് നോക്കൂ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകൊണ്ട് അൻപോടു നിന്നുടെ സായകം കൊണ്ടോ മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗാതിരേകമേതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാമജപത്തിനെ പറ്റിയിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയണത്. എങ്ങനെ നാമം ജപിച്ച് മരണാസന്നനാവുമ്പോൾ ആ നാമം വരണമെന്നുണ്ടെങ്കിൽ ചൊല്ലി നമ്മളുടെ മനസ്സിൽ നാവുമ്മിൽ എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും വരുള്ളൂ, അല്ലാണ്ട് വരില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഇതിൽ പറഞ്ഞില്ലേ, നാരായണന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. നാരായണന്ന് മരിക്കുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു, നാരായണ എന്ന് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ചെന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു. പക്ഷേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് തീരെ വയ്യട്ടോ എന്ന് പറയുന്ന സമയത്ത് വെള്ളം കൊടുക്കലും അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ശ്വാസം എടുക്കുകയാണ്, എനിക്ക് തീരെ വയ്യ എന്ന് പറയുക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, ഒന്ന് നാമം ചൊല്ലൂ, നാരായണ ചൊല്ലൂ, എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കുട്ടികളേനും പേരൊക്കെ കുട്ടികൾക്ക് നാരായണെന്നും ഗോപാലെന്നും മാധവനെന്നൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇനി കുട്ടികളെ വിളിച്ചോലോ, ഒന്ന് അവരേനെ വിളിച്ചാലോ. അപ്പോൾ പറഞ്ഞു, ഒന്ന് കുട്ടികളെ ഒന്ന് വിളിച്ച് നോക്കൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഗോപാല എന്ന് വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂത്ത മകനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ പൊട്ടനെവിടെ എന്ന് ചോദിച്ചു. അത്രേ പറഞ്ഞുള്ളൂ. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകനെ വിളിച്ചു. മാധവൻ എന്നാ രണ്ടാമത്തെ മകൻ്റെ പേര്. ആ അവനും വന്നില്ല അല്ലേ, അവനും വിളിച്ചാൽ കേൾക്കില്ല അല്ലേ. അങ്ങനെ ഒന്നും ഒരു പേര് പോലും കുട്ടികൾക്ക് പേരിട്ടിട്ട് പോലും അതൊന്നും വിളിക്കാൻ സാധിച്ചില്ല. അജാമിളന് അങ്ങനെയല്ല പറ്റിയത്. അജാമിളന് നാരായണന് മകന് പേരിട്ടപ്പോൾ ആ യമഭടന്മാരെ വരുന്ന കണ്ടപ്പോൾ അവരേനെ കണ്ടിട്ട് എൻ്റെ കുട്ടി പേടിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഉറക്ക നാരായണ എന്ന് വിളിച്ചതാണ്. അല്ലാതെ വിഷ്ണുഭാഷന്മാരെ കണ്ടിട്ടോ യമഭടന്മാരെ കണ്ടിട്ടോ യാതൊന്നുമല്ല. ആ മരണസമയത്ത് തൻ്റെ മകനെ വിളിച്ചതാണ്. ആ വിളിച്ച സമയത്ത് നാരായണൻ വിളി കേട്ടു, എത്തി, രക്ഷിച്ചു. അതേമാതിരിയാണ്. അതിപ്പോൾ നമ്മൾ എപ്പോഴാണ് എന്താണെന്നുള്ളത് ഇതാണ് പറയണില്ല എന്ന് പറയണില്ലേ, സമയം നാമം ചെല്ല. ഇവിടെ പറയാണ്, ബാലി പറയണം, എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ആ സായകമേറ്റിട്ട് മരിക്കാനും ആ ഭഗവാനെ കണ്ടും കൊണ്ട് എൻ്റെ ജീവൻ വെടിയാനും ആ പാദത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ലേ. ഇതല്ലേ നമ്മൾ മോഹിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് ആ ഭാഗം അവിടെ ഇതാവണത്. എന്നിട്ട് പറയണ, ഇനി യാതൊന്നും പേടിക്കാനില്ല. ഇനി ബാലി ഇനിയും കൂടി മരിച്ചു കഴിഞ്ഞില്ലേ, ഇനി അങ്ങയുടെ സത്യം പരിപാലിക്കാൻ സാധിക്കും എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടെ നിർത്തണത്. നമ്മൾക്കും അതിവിടെ ഒന്നേ പറയാനുള്ളൂ, എന്ത് രാമനാമം നമ്മളുടെ നാവുമ്മേൽ സദാ വരണം. ആ സദാ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ചെല്ലിയിട്ട് അതാ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, മോക്ഷം കിട്ടും കാശിയിൽ പോയാൽ എന്ന് പറഞ്ഞു. അതിനൊരു ഇതുണ്ട്. അവിടെ പിന്നെ ഒരു നിരീശ്വരവാദിയാണ് ചോളൂ. നിരീശ്വരവാദി എന്നല്ല, തൻ്റെ ഭാര്യേനെ എവിടേക്ക് വേണമെങ്കിൽ പോകാൻ സമ്മതിക്കും. അദ്ദേഹം ഇങ്ങോട്ടും പോകില്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, പാലക്കാടുള്ള ഒരാളാണ്. അദ്ദേഹം ഭാര്യ എവിടേക്ക് എല്ലാ അമ്പലങ്ങളിലേക്കും അതേമാതിരി പല സ്ഥലത്തേക്കും പോകും. അപ്പോഴൊന്നും ഭർത്താവ് പോകാനില്ല. അങ്ങനെയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു അത്രേ, ഈ നമ്മൾക്ക് ഇപ്രാവശ്യം പിന്നെ ഒന്ന് കാശിയിൽ പോയി വന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാശിക്ക് ഞാനൊന്നുമില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ പറഞ്ഞു അത്രേ, അതല്ല, എന്തായാലും നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുകയല്ലേ, ഒന്ന് പോയി വരിക വെറുതെ എന്ന് പറഞ്ഞു. പണ്ട് കുചേലനോട് ഇത് പറഞ്ഞ മാതിരി ഭാര്യ പറഞ്ഞുകൊണ്ടില്ല, എന്നാൽ ഒന്ന് പോരിക്കളയും, കാശിക്ക് ഒന്ന് കാണാമല്ലോ എന്നും വിചാരിച്ച് പുതിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി. പക്ഷേ അതാണ് പറഞ്ഞത്, ഒരു വിധിയുടെ ഒരു ഇതാണ് പറയണത്. അവർ കാശിയിൽ പിന്നെ വണ്ടിയിൽ ട്രെയിനിലാണ് പോയത്. ട്രെയിന് ഇറങ്ങി ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി അവർക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുകയാണത്രേ. ആ വണ്ടിയിൽ കയറുന്നതോട് കൂടിയിട്ട് അദ്ദേഹം കുഴഞ്ഞു വീണ് ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്കും കഴിഞ്ഞു എന്ന്. ആസ്പത്രിക്കൊന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ആലോചിച്ച് നോക്കും, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ രാമനാമം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോക്ഷം കിട്ടുമോ. പല ആൾക്കാരും അവിടുന്ന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യമാണ്. കാശിയുടെ കാര്യം അങ്ങനെയാണ്. പിന്നെ എത്രയോ മഹർഷിമാർ ആൾക്കാർ കാശിയിൽ മരണം പ്രതീക്ഷിച്ച് കഴിയുന്നവരുണ്ട്. അവരൊക്കെ ആ ഒരു ഏരിയ അവർക്ക് സമയമായില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ വിട്ടിട്ട് അവിടെ ഇറങ്ങുമ്പോഴേക്കും മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുന്നത് ആൾക്കാരുണ്ട്. എന്തൊക്കെയോ നമ്മൾ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളിൽ എന്തുണ്ടാവണം, ആ രാമനാമം നമ്മളുടെ ഇതിലും ഉണ്ടാവാൻ നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതിന് നമുക്ക് ഓരോ നിമിഷവും നമ്മൾ ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടാവാൻ എന്താ വേണ്ടത്? രാമനാമവും രാമായണവും ഭാഗവതവും നാരായണീയവും എല്ലാതും നമുക്ക് എന്നും പ്രചോദനമാവണം. അതിന് അമ്മ അനുഗ്രഹിക്കണം. അതിനെ അനുഗ്രഹിക്കാൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെയും സത്സംഗം നമുക്ക് ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്താം. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ശ്രീരാമതത്വങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഭക്തി പാരവശ്യത്തോടെ പാർവതി ദേവി എന്താ ചെയ്തത്? ആ പാദങ്ങളെ വണങ്ങുക ചെയ്തത്. വണങ്ങി നമസ്കരിച്ചു. നമുക്കും എന്തേ ഉള്ളൂ? ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്ത്? ആ ശിരോനാമം, ശ്രീരാമനാമം ശിരോരത്നമായത്, ആ താരക ബ്രഹ്മനാമം നമ്മുടെ നാവുമ്മിൽ എപ്പോഴും ഉണ്ടാവാനോ
ആ പാദത്തിൽ ചേരാൻ അനുഗ്രഹിക്കണേ. അതിനോ എന്താ വേണ്ടത്? ഓരോ നിമിഷത്തിലും നമ്മൾക്ക് ആ രാമനാമം ചെല്ലാൻ സാധിക്കണം. അതിനുള്ള ഒരു അനുഗ്രഹം നമുക്ക് അമ്മ തരട്ടെ. അമ്മ തന്ന അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സർവങ്കല്ലിതമേവാകം നാനിദസ്തി സനാതനം എന്ന് പറഞ്ഞതിൽ അമ്മയുടെ അവധി കിങ്കരണീയം കരണീയം ചരണയുഗളമുമ്പായ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനും സാധിക്കുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എന്നും ഉണ്ടാവാൻ ആ അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. അതിന് നമുക്ക് നമ്മുടെ അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അതേമാതിരി കാടാമ്പുഴ അമ്മയും നമ്മൾ സീതാസമേതനായ ശ്രീരാമചന്ദ്രദേവനും ഭക്ത അഗ്രഗണ്യനായ ഹനുമാൻ സ്വാമിയും, ഭക്തന്മാരിൽ അഗ്രഗണ്യനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് സദാ രാമനാമമേ ഉള്ളൂ. എവിടെയെങ്കിലും നമ്മൾ രാമനാമ മാഹാത്മ്യം പറയുന്ന സമയത്ത് എവിടെയെങ്കിലും രാമനാമം ചൊല്ലിയിട്ട് ഇരിക്കുന്നുണ്ടാവും അദൃശ്യനായിട്ട്. അങ്ങനെയുള്ള ആ അദൃശ്യ ഗുരുഭൂതന്മാരും നമ്മളെ എന്നും ശ്രീരാമനാമം ചെല്ലാനും ആ വഴിയിൽ കൂടെ, ആ സത്യത്തിൽ കൂടെ, ആ സനാതന ധർമ്മത്തിൽ കൂടെ, സത്യം വജ ധർമ്മം ചര എന്നുള്ള ആ പാദത്തിൽ കൂടെ, ആ വഴിയിൽ കൂടെ നടക്കാൻ രാമായണം നമ്മളെ നരത്വത്തിൽ നിന്നും ദേവത്വത്തിലേക്കുള്ള വഴിയാണ് രാമായണം. ആ വഴി നമുക്ക് തുടർന്നും നടന്നു പോവാൻ, ആ വഴിയിൽ കൂടെ നടന്നു പോവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ വർഷത്തെയും രാമായണ പാരായണങ്ങളും അതേമാതിരി പ്രഭാഷണങ്ങളും ഇനിയും നമ്മൾക്ക് കേൾക്കാനുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളും ധാരാളം ഈ മാസം മുഴുവനും, കർക്കിടക മാസം മുഴുവനും രാമായണ മാസമായും കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കർക്കിടക മാസം പഞ്ഞമാസം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ പഞ്ഞമാസമല്ല, ഇപ്പോൾ രാമായണ മാസമായും കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രാധാന്യം രാമായണത്തിന് വന്നു കഴിഞ്ഞു. ഇനിയും അത് വർദ്ധിക്കല്ലാതെ കീഴ്പ്പെട്ടില്ല. മുന്നിലേക്ക് പോയ സാധനങ്ങൾ നമ്മൾ പിന്നിലേക്ക് വരില്ല. ഇനി അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവാൻ നമ്മുടെ അമ്മ അനുഗ്രഹിക്കട്ടെ.